യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാ ഗാനം ആലപിക്കാനുള്ള ആളുകൾ എൽസ ആൻഡ് ആഗ്ന. നമുക്കിപ്പോൾ എഴുന്നേറ്റ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. അതിനുശേഷം പ്രാർത്ഥനാ ഗാനം ആലപിക്കും. നടുക്കോട്ട് വെച്ചാല് ഈ വിളക്ക് റാമ്പിന്റെ അങ്ങോട്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും മരുന്നനായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവേ ശംസിഹായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകാമർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. കർത്താവേ ഞങ്ങളുടെ ഈ ഇടവക പള്ളിയെയും അതിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന വൈദികരെയും ശുശ്രൂഷഗണങ്ങളെയും ആത്മീയ പ്രവർത്തകരെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും അവയിലെ നിന്റെ മക്കളെ എല്ലാവരെയും തിരുസന്നതയിൽ സമർപ്പിക്കുന്നവരെയെല്ലാം കാത്തുകൊള്ളുകയും അവർക്ക് ഓരോരുത്തർക്കുമുള്ള നിയോഗത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും ഞങ്ങൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണെന്നുമുള്ള ബോധം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഉത്തമരായ മാതാപിതാക്കളും സ്നേഹമുള്ള ദമ്പതികളും അനുസരണയുള്ള മക്കളുമായി ഞങ്ങളെയെല്ലാം ആക്കി തീർക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞ് നിന്റെ ഇഷ്ടം ചെയ്യുന്നതിനുള്ള ആഗ്രഹവും ആവേശവും കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. ഇടവകാംഗങ്ങളായി വിവിധ തുറകളിലും വിവിധ സ്ഥലങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, നഴ്സുമാർ, അഭിഭാഷകർ, അധ്യാപകർ, വിവിധ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്നവർ, ഫാക്ടറികളിൽ വേല ചെയ്യുന്നവർ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഗൃഹകാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നവർ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിലും നിന്റെ ഇഷ്ടം മാത്രം പ്രവർത്തിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. നീ ലോക രക്ഷിതാവാണെന്ന് ലോകം കണ്ട് വിശ്വസിക്കത്തക്കവണ്ണമുള്ള രൂപാന്തരം ഞങ്ങളിൽ ആബാലവൃദ്ധം എല്ലാവരിലും ഉണ്ടാകണമേ. ബാഹ്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരായി മാത്രം വർത്തിക്കാതെ സത്യത്തിന്റെ പാതയിൽ നിന്നും ചരിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ മറ്റു മനുഷ്യർ കണ്ട്
ഞങ്ങളെ പ്രതി നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിതമായിരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളോടുകൂടി ഇരിക്കണമേ. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ ഓരോ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലും വിവിധ കുടുംബങ്ങൾ തമ്മിലും ഐക്യത്തിലും പരസ്പര സ്നേഹത്തിലും സഹായത്തിലും ക്ഷമയും പരസ്പര ബഹുമാനവും ഉള്ളവരായി വർദ്ധിക്കുവാനിടയാകണമേ. ഞങ്ങളുടെ ഇഹലോക ജീവിതം സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കകാലമായി തീരണമേ. കർത്താവേ, മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, അത്യാഡംബര പ്രിയം, അശുദ്ധി, അക്രമങ്ങൾ എന്നിവ ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളിൽ നിന്നും നീ അകറ്റണമേ. അതിനോട് അടുത്തു വരാൻ പോലും ഇടയാകാതെ അതിൽ നിന്ന് അകലം പാലിക്കുവാൻ നിന്റെ മക്കളായി ഞങ്ങളെ യോഗ്യരാക്കണമേ. വിശുദ്ധിയിലും ആത്മനിയന്ത്രണത്തിലും എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. സത്യസന്ധരും പരോപകാരികളും അധ്വാനശീലരും ഇതിൽ വർദ്ധിക്കുമാറാകണമേ. കർത്താവെ, ഇടവകയിലും അതിന് പുറത്തും ഉപകാരം ചെയ്യത്തക്കവണ്ണം ദിവ്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിത ചെലവുകളും ധൂർത്തുകളും ഇല്ലാതെയാക്കി ദശാംശം വേർതിരിച്ച് അനേകർക്ക് ഉപകാരവും നന്മയും ചെയ്യുന്ന നല്ല ശീലം ഞങ്ങളിലെല്ലാം വളർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. എല്ലാവർക്കും പ്രാർത്ഥനാ ഗാനത്തിന് വേണ്ടി ഇപ്പോൾ നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കാം. കൈതൊഴുന്നിതാ സ്നേഹം വചനമായി അരികിലണയുവതാ, മേവണങ്ങി നിൻ പാദം പുൽകി മൗനം പൂണ്ടു ഞാൻ സവിധേ. ദൈവമേ, ജീവിതം നിൻ ദാനമെന്നറിവോടെ നന്ദി ഞാൻ ദിനമെന്നുമേ സ്തുതിയോടെ നേരുകയാ. ഉണർവേകുമീ മഹിതാലയം ഉയിരിൻ്റെ ഉറവിടമാ, ഉയിരേകുമാലയമാ. കൈതൊഴുന്നിതാ സ്നേഹം വചനമായി അരികിലണയുവതാ, മേവണങ്ങി നിൻ പാദം പുൽകി മൗനം പൂണ്ടു ഞാൻ സവിധേ. നീ വരും ദിനരാത്രികൾ, നീ തരും സുഖയാത്രകൾ, നീ തെളിച്ചൊരു പാതയിൽ നിന്നോട് കൂടെ ദൈവമേ. നീ തെളിച്ചൊരു പാതയിൽ നിന്നോട് കൂടെ ദൈവമേ. കൃപയിൽ വളരാൻ അറിവിൽ നിറയാൻ വേദബോധം പകരണേ. വിജ്ഞാനമിന്നിൽ കനിയണേ. കൈതൊഴുന്നിതാ സ്നേഹം വചനമായി അരികിലണയുവതാ, മേവണങ്ങി നിൻ പാദം പുൽകി മൗനം പൂണ്ടു ഞാൻ സവിധേ. ഇപ്പോൾ വേദവായനയ്ക്ക് വേണ്ടി റിബേക്ക പോളിനെ ക്ഷണിക്കും.
പ്രകാശിപ്പിക്കണമേ. ആമീൻ. എഫേസ്യർ 4:1-16 വരെ. ബാറക്കുമോർ, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമതയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. ഇപ്പോൾ എല്ലാ ആത്മീയ സംഘടനാ ഭാരവാഹികളും ചേർന്ന് ദീപം തെളിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എഴുന്നേറ്റ് മുമ്പോട്ട് വരാം. വെളിവു നിറഞ്ഞോരീശോ വെളിവും നീ കതിരേശോഭിപ്പി കഴിഞ്ഞിട്ട് വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീൺസിൽ ദയുമടിയ ൊഴിക്ക സൽക്രിയകൾക്കുമന ശുദ്ധ്യ സംഗതി
എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ സ്വാഗതം ആശംസിക്കുന്നു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ കെ എം ജോസഫ്. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ മേരിദാസ് സ്റ്റീഫൻ, വേദിയിലിരിക്കുന്ന നമ്മളുടെ തന്നാണ്ടുകാരായ ഷാജി അറക്കൽ, കെ ഇ പൗലോസ്, യാക്കോബ്, നമ്മളുടെ ഭക്തസംഘടന പ്രതിനിധികളായ ശ്രീ വർക്കി, സീന ബേബി, ഏലിയ യാക്കോബ് 2 ഭാരവാഹിത്വം വഹിക്കുന്നു. എൽഡേഴ്സ് ഫോറത്തിന്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറിയുമാണ്. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നമ്മളുടെ പ്രധാന ശുശ്രൂഷകനായ എസ് അബ്രഹാം, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മളുടെ ഈ ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനമാണ്. ഇടവക സംഗമം എന്നതുപോലെ തന്നെ എത്രയും സന്തോഷമായി അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു പ്രകടനമായിട്ട് ഇന്ന് നമ്മളുടെ കൊച്ചുകുഞ്ഞുങ്ങൾ നമ്മളുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ സംഗമം എത്രയും മനോഹരമാക്കി തീർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇടവകങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി കൂടെ ഇത് ഈ ഇന്നത്തെ സംഗമം നാം ഉദ്ദേശിക്കുന്നു. 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 5 മണിക്ക് നമ്മുടെ പങ്കാളിത്തം കുറവായതുകൊണ്ട് അല്പം വൈകിയാണ് തുടങ്ങുന്നത്. എങ്കിലും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളാകുമ്പോഴേക്കും മുഴുവൻ ഇടഭാഗങ്ങളും പങ്കുചേരും. കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം അനുഭവം നമ്മുടെ അതാണ്. എങ്കിലും ഇത്തവണ കഴിഞ്ഞ തവണത്തേനേക്കാൾ കൂടുതൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷകരമാണ്. നമുക്കറിയാം, നമ്മളുടെ ഇടവകയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ത്യാഗവും കഷ്ടപ്പാടുകളും അനുഭവിച്ചിരുന്ന ആ അവസരത്തിൽ നമ്മളുടെ ഐക്യം ഇതിനേക്കാൾ സുദൃഢമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇന്ന് നമ്മളെല്ലാം നേടി അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രരായി എന്നുള്ളൊരു ചിന്ത കൊണ്ടാകാം പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഐക്യവും സുദൃഢതയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തായാലും മോശമല്ലാത്ത രീതിയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഭക്തസംഘടന പ്രവർത്തനങ്ങളും ഭംഗിയായി തന്നെ നടക്കുന്നു. ഓരോരുത്തരുടെയും റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്ന അവസരത്തിൽ ആ ഭക്തസംഘടനകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മളുടെ സൺഡേ സ്കൂളിൽ പഠിച്ചവരും ഇപ്പോൾ പഠിക്കുന്നവരുമായ കുട്ടികൾ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരുടെ കലാവാസനകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്നു. വളരെ സന്തോഷം തോന്നുന്ന ഒരവസരമാണ് അവരതിനു വേണ്ടി കാഴ്ചവെക്കുന്ന ഈ സമയം. അവർക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാം, എങ്കിലും അതിനുവേണ്ടി അവർ വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും ആ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ചിലപ്പോൾ ചില രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് അവർക്കും ഞങ്ങൾക്കും ചില വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ വിമർശനങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ അവർ ഈ പരിപാടിയിൽ അവരേറ്റെടുത്ത കർത്തവ്യത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. അതിലവരെ ശ്ലാഘിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ പ്രയോജകരും.
പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലെ അധ്യാപകൻ എന്നുള്ള രീതിയിലും മറ്റു പല സംഘടനകളുടെ ആധ്യാത്മിക സംഘടനകളുടെ പ്രതിനിധി എന്നുള്ള നിലയും ഈ ചുമതല എന്നിലെ ആക്കിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് നമ്മുടെ ബാലപാഠം മുതൽ ഉള്ള കുട്ടികൾ ഈ വിവിധ കലാപരിപാടികൾ ഈ അവസരത്തിൽ ഇവിടെ നമ്മളുടെ ഈ പൊതുയോഗം കഴിഞ്ഞാൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അവരോടൊപ്പം തന്നെ മുതിർന്നവരും നമ്മുടെ സൺഡേ സ്കൂൾ പഠനം കഴിഞ്ഞു പോയവരുമായ കുട്ടികളും ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ രക്ഷകർത്താക്കളെയാണ്. രക്ഷകർത്താക്കളുടെ നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രസ്ഥാനവും, നമ്മളുടെ ഈ ഭക്തസംഘടനാ പ്രസ്ഥാനങ്ങളും ഒന്നും തന്നെ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ സൺഡേ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവഭക്തിയും അതോടൊപ്പം നല്ല ഒരു ജീവിതവും അവർക്ക് കാഴ്ചവെക്കുവാൻ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭദ്രാസനത്തിൽ ഉള്ള ഏറ്റവും നല്ല ഒരു സൺഡേ സ്കൂളായിട്ട് നമ്മുടെ സൺഡേ സ്കൂളിനെ വളർത്തിയെടുക്കുവാൻ നിങ്ങളുടെ സഹായം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ രക്ഷകർത്താക്കളായ നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇവിടെ മറ്റ് പല ഭക്തസംഘടനകളുണ്ട്. ഈ സംഘടനാ ഭാരവാഹികളെ എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭക്തസംഘടനകളും വളരെ സുസർഹ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അവസാനമായി എനിക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ പള്ളിയുടെ ഭരണകർത്താക്കൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഇതിൻ്റെ ട്രസ്റ്റി തന്നാണ്ടുകാരെയുമാണ്, ട്രസ്റ്റിമാരെയും സെക്രട്ടറിയെയും ഈ അവസരത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഭക്തസംഘടനകളായ വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഞാനത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതായതുകൊണ്ട് വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭക്തസംഘടനയാണ് വനിതാ സമാജം. ഭദ്രാസനത്തിലും നമ്മുടെ ഇടവകയിലും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു, ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തകരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എൽഡേഴ്സ് ഫോറത്തിൻ്റെ പ്രവർത്തകർ വളരെ ഭംഗിയായിട്ട് അതിനോട് സഹകരിക്കുന്നുണ്ട്. നമുക്ക് പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്നില്ല. ഇനിയും വളരെയധികം കാര്യങ്ങൾ എൽഡേഴ്സ് ഫോറത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്രവൃത്തികൾ കൂടി വരും കാലങ്ങളിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി എൽഡേഴ്സ് ഫോറത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ നേതാക്കളെയും ഭാരവാഹികളെയും അതിൻ്റെ അംഗങ്ങളെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കുടുംബ കൂട്ടായ്മകളുടെ പ്രവർത്തനം അല്പം മന്ദീഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബ കൂട്ടായ്മകളുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ടും, നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും ആ കൂട്ടായ്മ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തുവാൻ ഈ വരും കാലങ്ങളിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതിൻ്റെ എല്ലാ അംഗങ്ങളെയും സംഘടനാ ഭാരവാഹികളെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ശുശ്രൂഷക സംഘം ഇവിടെ വളരെ അച്ചടക്കത്തോടെ ഭക്തി ആദരപൂർവ്വം ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷാ സംഘത്തെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മളുടെ OCYM-ന്റെ പ്രവർത്തകർ ഇതിനോട് അല്പം നിസ്സഹകരണം കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനത്തിൽ അവർ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും അവർ നമ്മളോടൊപ്പം ഇല്ല. എങ്കിലും വന്നു ചേർന്ന അതിൻ്റെ പ്രവർത്തകരോടുള്ള സ്വാഗതം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അവർ കൂട്ടായ പ്രവർത്തനത്തിന് മറ്റുള്ള ഭക്തസംഘടനയോടൊപ്പം അവരും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകും എന്നുള്ള വിശ്വാസം എന്നിലുണ്ട്. ആ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഓരോരുത്തരെയും ആ OCYM-ന്റെ പ്രവർത്തകരെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നു ചേർന്നുള്ള എല്ലാ ഇതിൻ്റെ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിന് സ്തുതി.
ആമുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ ചുരുക്കമായ വാക്കുകളിൽ ഒട്ടും ദീർഘമായി പോകരുതെന്നുള്ള ചിന്തയിൽ ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. അത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സഭയുടെ ഐക്യത്തെയും ആത്മീയ വളർച്ചയെയും കുറിച്ച് അതീവ ഗൗരവത്തോടെ സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്. വിശുദ്ധ ഫിലിപ്പിയ ലേഖനത്തിന്റെ 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനഭാഗം. പൗലോസ് അപ്പോസ്തലൻ ആദ്യമായി പറയുന്നത് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നടക്കുവീൻ എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. ആ വിളിക്ക് അനുയോജ്യമായി നമ്മുടെ നിയോഗങ്ങൾ നിർവഹിക്കുവാൻ ദത്തശ്രദ്ധരായിരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേ ജോലിയല്ല. നമുക്ക് സമൂഹത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ എല്ലാ കർത്തവ്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ള താലന്തുകൾക്കനുസരിച്ച് അത് നിർവഹിക്കുമ്പോഴാണ് സമഗ്രവും ഭംഗിയുള്ളതും സന്തോഷകരവും ഒക്കെ ആയിത്തീരുന്നത്. ക്രിസ്ത്യാനിയായിരിക്കുക അല്ലെങ്കിൽ വിശ്വാസിയായിരിക്കുക എന്നത് അതിലൂടെ ഉണ്ടാകുന്ന ഒരു പേരിന് വേണ്ടിയല്ല, മറിച്ച് അതൊരു ജീവിതമാണ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നതോ ഒരിക്കലായി എപ്പോഴെങ്കിലും മാതാപിതാക്കളുടെ കൂടെ വന്ന് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഏറ്റുപറഞ്ഞതായ ഒരു കാര്യമല്ല. അതൊരു ജീവിതക്രമമാണ്. അത് വിനയം, സൗമ്യത, ദീർഘക്ഷമ, പരസ്പര സ്നേഹം എന്നിവയൊക്കെ ചേർന്ന യഥാർത്ഥമായ ക്രിസ്തീയ കുടുംബത്തിന്റെ അടയാളങ്ങളാണ്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ജീവിതക്രമമാണത്. വിനയമുണ്ടാകണം, സൗമ്യതയുണ്ടാകണം, ദീർഘമായി ക്ഷമിക്കുന്ന അനുഭവം ഉണ്ടാകണം, പരസ്പരമുള്ള സ്നേഹമുണ്ടാകണം. ഇന്ന് ലോകത്ത് കുടുംബങ്ങൾ തകർന്നു പോകുന്നതിനും ബന്ധങ്ങൾ അകന്നു പോകുന്നതിനുമൊക്കെ പ്രധാന കാരണം ഈ സ്നേഹമില്ലായ്മയാണ്, അല്ലെങ്കിൽ ക്ഷമയില്ലായ്മയാണ്. എന്നാൽ സഭ പഠിപ്പിക്കുന്നത് ഇതിനിടയിൽ തന്നെ സഭ എന്നുള്ളത് ആ സഭയുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. ഓരോ കുടുംബവും സഭയാണ്. അവിടെയാണ് വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നത്. കുടുംബത്തിലാണ് വിശ്വാസ പഠനം ആരംഭിക്കേണ്ടത്. അവിടെ തന്നെയാണ് പ്രാർത്ഥനയും വേദവായനയും ഒക്കെ ഉണ്ടാകേണ്ടത്. അവിടെ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് അവിടെ ഛിദ്രതയും അസമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്. ഐക്യം നഷ്ടപ്പെട്ടും സന്തോഷമില്ലാതെയും പോകുന്നതിനും കാരണം അതാണ്. ആ സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ഒരേ പാനപാത്രത്തിന്റെ അംശികൾ, ഒരേ ശരീരത്തിന്റെ അവയവങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരേ ഭക്ഷണം കഴിക്കുന്നവർ, ഒരേ ആത്മീയ പാനീയം സ്വീകരിക്കുന്നവർ. അപ്പൊ അത് ഭവനത്തിൽ തന്നെ ആരംഭിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നിന്നുള്ള ആത്മീയ പഠനം ഉണ്ടായില്ലെങ്കിൽ പുറമേ നിന്ന് എത്ര പഠനം നടത്തിയാലും അത് വലിയ പ്രയോജനം ചെയ്യാത്തതായിത്തീരും. അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കാനായിട്ടാണ്. വീണ്ടും അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഒരേ ദേഹമാണ്, ഒരേ ആത്മാവാണ്, ഒരേ വിശ്വാസമാണ്, ഒരേ സ്നാനമാണ്, ഒരേ പാനപാത്രത്തിന്റെ അംശികളാണ്. ഇതെല്ലാം ഒന്നാകുന്നു എന്നുള്ളതാണ്. ഇത് പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ മഹത്തായ ആത്മീയ പാരമ്പര്യമാണ്. നാം പല കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും ക്രിസ്തുയേശുവിൽ ഒരേ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ്. ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാകുന്നതോടെ അതിൽ നിന്ന് അസൂയയും ഭിന്നതയും മാറ്റി പരസ്പരം കൈ പിടിച്ച് നടക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം വിദ്വേഷവും അകൽച്ചയും കാണിച്ചാൽ എങ്ങനെ ഒരു ശരീരത്തിന് സൗഖ്യമായി നിലനിൽക്കാനായിട്ട് സാധിക്കും?
അതുകൊണ്ട് ഒരേ ശരീരത്തിന്റെ അവയവങ്ങളായി ഒരു ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ അത് പരസ്പര പൂരകങ്ങളായി തീരേണ്ടതാണ്. കണ്ണിന് കൈയുടെ പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല, കാലിന് തലയുടെ പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം ഓരോ ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഉള്ള നിയോഗങ്ങൾ പൂർത്തീകരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഓരോരുത്തർക്കും, ഓരോ വിശ്വാസികളും ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇത് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ്. ഓരോരുത്തർക്കും ദൈവം പ്രത്യേക അനുഗ്രഹങ്ങളും കഴിവുകളും നൽകിയിരിക്കുന്നു. ചിലർ പാടുന്നു, ചിലർ പ്രാർത്ഥിക്കുന്നു, ചിലർ പ്രസംഗിക്കുന്നു. ഇങ്ങനെ വിവിധ താലന്തുകളും കഴിവുകളും ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സഭയിൽ ഒരാളും ആർക്കും ആവശ്യമില്ലാത്തവരായി തീരുന്നില്ല. നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വില കുറഞ്ഞവയും ഉപേക്ഷിക്കപ്പെടുന്നതും ഒക്കെയുമായി പല കാര്യങ്ങളും ഉണ്ടാകും. നമ്മൾ കറിവേപ്പിലയുടെ കാര്യം ഇങ്ങനെ പറയും, പക്ഷെ അതിന് രുചി കൂട്ടുന്നതിൽ അതിന് ഒരു മുഖ്യ പങ്കുണ്ട്. അത് ശരീരത്തിലേക്ക് പോകുന്നതിൽ ഇല്ലെങ്കിലും അത് പക്ഷേ നമ്മൾ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ രുചിയും അതിനെ സ്വാദിഷ്ടമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ അത് വളരെ പ്രധാനം. അതില്ലെങ്കിൽ നമുക്കറിയാം അത് ഏറ്റവും രുചികരമായി തീരുന്നില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തതായി ഒരാൾ പോലും നമ്മുടെ ഈ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്നാൽ ചെറിയ അവയവങ്ങളെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ കരുതേണ്ടതായിട്ടുണ്ട് എന്നും അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ കുടുംബത്തിനും, ഓരോ യുവാവിനും, ഓരോ അമ്മയ്ക്കും, ഓരോ പിതാവിനും സഭയിൽ സ്ഥാനമുണ്ട്. അവർക്ക് അവരുടേതായ ദൗത്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ മറുപടി ഈ വചനത്തിൽ തന്നെ ഉണ്ട്. അത് ഒരു ആത്മീയ പക്വത പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മക്കൾക്ക് വിശ്വാസം പഠിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞു ആദ്യം വീട്ടിലാണ്. കുടുംബ പ്രാർത്ഥനയുണ്ടാകണം, വേദവായനയുണ്ടാകണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഒരുമിച്ച് വരുന്ന ഒരു ശീലം ഉണ്ടാകണം. പലപ്പോഴും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല കുടുംബങ്ങളും ചെല്ലുമ്പോൾ കുഞ്ഞുമക്കളുള്ളവർ അവർ പള്ളിയിൽ വന്ന് അതിങ്ങനെ അടങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെയും കൊണ്ട് വരുന്നില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ അവരെ കൃത്യമായി നമ്മുടെ ഈ ഒരു വിശ്വാസപാതയിൽ നിന്ന് നമ്മൾ തന്നെ അകറ്റിക്കളയുകയാണ്. അതുകൊണ്ട് ആണ് അവർ വരാൻ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മളോടൊപ്പം കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ആരാധനയിൽ, വിശുദ്ധ കുർബാനയിലൊക്കെ വന്ന് പങ്കുചേരാനായിട്ട് അവർക്ക് സാധിക്കണം. അതിനുള്ള ഒരു പരിശീലനം നമ്മുടെ കൈപിടിച്ചവർ വരുന്നത് വഴി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നിരന്തരമായിട്ട് ഉറപ്പിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നറിയുന്നു. ഈ കുടുംബത്തെ ആത്മീയമായി ഉറപ്പിക്കുന്ന തൂണുകളാണ് ഇവയെല്ലാം. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവസാനമായി ഈ വചനഭാഗം നമ്മെ ഒരേ സത്യത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവാണ് സഭയുടെ തല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് ആത്യന്തികമായി നമ്മുടെ ശിരസിൽ നിന്ന് നമുക്ക് തരുന്ന ആജ്ഞകൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിലെ അവയവങ്ങൾ മറ്റൊരു ശരീരഭാഗത്തിന് കേടുണ്ടാകുമ്പോൾ നമ്മുടെ കൈ അവിടേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ അപകട സ്ഥലത്ത് നിന്ന് ഓടാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നത് നമ്മൾ ആ ഒരു നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ഇതെല്ലാം സഭ ക്രിസ്തു എന്ന തലയിൽ നിന്ന് ഊർജമുള്ള അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ, അവന്റെ ആജ്ഞകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ, അത് ഒരേ ആത്മാവിൽ പ്രവർത്തിക്കുന്ന, ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന, പരസ്പരം കൈപിടിച്ച് നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് കുടുംബത്തിനും സഭയ്ക്കും യഥാർത്ഥമായ വളർച്ചയുണ്ടാവുകയുള്ളൂ എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ഈ കുടുംബ സംഗമത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകമായ റോളിനെ കുറിച്ച്, നിയോഗത്തെക്കുറിച്ച് പ്രത്യേകമായി ശ്രദ്ധിക്കണം. കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വരുന്ന
ഒരുമിച്ച് ക്രിസ്തുവിൽ വളരുന്ന, ക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരം വളരുന്ന ഒരു അനുഭവമായി ഇത് തീരണം. ഇന്നത്തെ ഈ കൂടിവരവ് ഒരു ഗെറ്റ് ടുഗദർ എന്ന മാനത്തിൽ നിന്നും മാറി നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങളും വ്യക്തികളും തമ്മിൽ കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വാസത്തിലും വളരാനുള്ള ഒരാത്മീക നവീകരണമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമവും ആഗ്രഹവും ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ അവർക്ക് തന്നിട്ടുള്ള ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള താലന്തുകൾക്ക് അനുസൃതമായി ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുവഴി നമ്മൾ ചെയ്യുന്നത് ഒരു ആത്മീക വർധന തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു പരിശ്രമമാണ്. അപ്പോൾ അവരുടെ താലന്തുകൾക്ക് അനുസൃതമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പ്രായമായിട്ടുള്ളവരുടെയും യുവാക്കളുടെയും കുഞ്ഞുമക്കളുടെയും എല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇത് വളരെ അനുഗ്രഹകരമായ സന്തോഷകരമായ ഒരു അനുഭവമായി തീരുന്നത്. ഏറ്റവും ഒടുവിലായി ഒരു വിരുന്നിൽ കൂടി പങ്കെടുക്കുകയാണ്. അതും വലിയൊരു കൂട്ടായ്മയുടെ ഭക്ഷണവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹകരമായ സന്തോഷകരമായ ഒരു സന്ധ്യായാമവും കൂട്ടായ്മയും നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഓരോ സംഘടനകളുടെയും റിപ്പോർട്ടുകൾ വായിക്കുകയാണ്. ആദ്യമായി സൺഡേ സ്കൂളിൻ്റെ റിപ്പോർട്ട് വായിക്കുന്നു ശ്രീ AP ബാബു. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കണ്ണിയാട്ടുനിരപ്പ് സെൻറ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂളിൻ്റെ 2025 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശ്യവാക്യങ്ങൾ 22:6. ജ്ഞാനികളുടെ വചനങ്ങളെ ചെവി ചായ്ച്ച് കേൾക്കുക. എൻ്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക. അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അധരങ്ങളിൽ അവ ഒക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം. സദൃശ്യവാക്യങ്ങൾ 22:17-18. വാർഷിക സമ്മേളനം മെയ് മാസം 30-ാം തീയതി നമ്മുടെ പള്ളിയുടെ ഭക്തസംഘടനകളുടെ വാർഷികവും സൺഡേ സ്കൂൾ വാർഷികവും സംയുക്തമായി വികാരി ബഹുമാനപ്പെട്ട ഫാദർ മേരിദാസ് സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ നടന്നു. സമ്മേളനം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് റവറൻ ഫാദർ ജോസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ശ്രീമതി ജിമോൾ ജോബി സമ്മാനദാനം നിർവഹിച്ചു. സഹപാഠ്യ മത്സരത്തിലെ വിജയികൾക്കും ഹാജരിനും പരീക്ഷയിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളവർക്കും സമ്മാനങ്ങൾ നൽകി. 10ാം ക്ലാസ് പരീക്ഷയിലും പരീക്ഷയിലും വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ നൽകി. ഹെഡ്മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷീല ബെന്നി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മറ്റു ഭക്തസംഘടനാ ഭാരവാഹികൾ അവരവരുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രസ്റ്റിമാരായ ഷാജി എബ്രഹാം ആശംസയും ശ്രീ KE പൗലോസ് കൃതജ്ഞതയും അർപ്പിച്ചു. തുടർന്ന് സൺഡേ സ്കൂൾ കുട്ടികളുടെയും മറ്റുള്ളവരുടെയും കലാപരിപാടികൾ അവതരിപ്പിച്ചു. 9:30 പര്യവസാനിച്ചു. 2025 ജനുവരി 5-ാം തീയതി ക്ലാസുകൾ ആരംഭിച്ചു. വർഷാരംഭത്തിൽ 100 കുട്ടികളും 23 അധ്യാപകരും ഉണ്ടായിരുന്നു. അന്ന ഐസൺ, ജെസ്സി മാത്യു, ഡെയ്സി ജോസഫ് എന്നിവർ പുതിയ അധ്യാപകരായി നിയമിതരായി. കൂടാതെ അബ്രഹാം PY, ബാബു AP, ക്രിസ്റ്റി ഷിജോ, ദീപു KC, എൽസ ഗ്രിഗറി, ഗീതു മത്തായി, ഗ്രേസി തമ്പി, ജീവൻ V ജോണി, ജിബി ബിജു, ജോളി ജോൺ, ജോസഫ് KM, ലിസി ജോർജ്, ലിസി തോമസ്, റിഞ്ചു K രാജൻ, സൈബി സാജു, സീന ബേബി, ഷീല ബെന്നി,
ഷിബി സാബു, വത്സ ബാബു, വത്സ ജോർജ് എന്നിവരും അധ്യാപകരായി തുടരുന്നു. KM ജോസഫ് ഹെഡ്മാസ്റ്ററായും AP ബാബു അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്ററായും ഷീല ബെന്നി സ്റ്റാഫ് സെക്രട്ടറിയായി തുടരുവാൻ സ്റ്റാഫ് കൗൺസിൽ തീരുമാനിച്ചു. രാവിലെ 10:30 മുതൽ 12:30 വരെയുള്ള സമയത്ത് ക്ലാസുകൾ നടക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്ക് പോകുന്നതിനായി യാത്രാ സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. അധ്യാപക യോഗം ഫെബ്രുവരി 23 പാങ്കോട് സെന്റ് ജോൺ സൺഡേ സ്കൂളിൽ വെച്ച് ഈ വർഷത്തെ ആദ്യ അധ്യാപക യോഗം നടന്നു. ഫിലിപ്പിയ ലേഖനവും 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കും അടിസ്ഥാനമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. രണ്ടാമത് അധ്യാപക യോഗം പൂത്തൃക്ക സെന്റ് മേരി സൺഡേ സ്കൂളിൽ വെച്ച് നടന്നു. 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും അപ്പോസ്തല പ്രവൃത്തികളും അടിസ്ഥാനമാക്കി നടത്തിയ ക്വിസ് മത്സരത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വന്യ ബെസ്ലി ബി റംബാൻ അധ്യാപക യോഗം ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് നയിച്ചു. ഫാദർ നോബീസ് കറിയ ക്വിസ് മാസ്റ്റർ ആയിരുന്നു. OVBS ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 12 വരെ രാവിലെ 9 മുതൽ 3:30 വരെയുള്ള സമയത്ത് OVBS ക്രമീകരിച്ചു. കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന സെക്രട്ടറി ഫാദർ എബിൻ എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. പൂത്തൃക്ക സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ അബി ഉലഹന്നൻ പ്രസിഡന്റും നമ്മുടെ പള്ളി വികാരി ഫാദർ മേരിദാസ് സ്റ്റീഫൻ വൈസ് പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചു. കണ്യാട്ടുനിരപ്പ് ഹെഡ് മാസ്റ്റർ ശ്രീ KM ജോസഫ് സൂപ്രണ്ടന്റായും ശ്രീമതി സീന ബേബി കൺവീനറായും AP ബാബു ഫുഡ് കമ്മിറ്റി കൺവീനറായും പ്രവർത്തിച്ചു. ഷമ്മാശന്മാരായ ലിജിൻ ജോൺ, ബേസിൽ ജോയി എന്നിവരുടെ സാന്നിധ്യം എല്ലാ ദിവസങ്ങളിലും ലഭ്യമായിരുന്നു. ഗാനപരിശീലകരായി എൽസ ബേബി, ആഗ്ന ഷൈൻ ജോയ്, മീനു ജോൺ എന്നിവർ പ്രവർത്തിച്ചു. സീഡ്സ് മുതൽ ഫ്രൂട്ട്സ് വരെയുള്ള ക്ലാസ്സുകളിലായി 92 കുട്ടികൾ പങ്കെടുത്തു. സ്മിത ജോണി നടുവിലപ്പറമ്പിൽ എല്ലാ ദിവസവും രാവിലെ യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഈ വർഷത്തെ OVBS പൂത്തൃക്ക സൺഡേ സ്കൂളും നമ്മുടെ സൺഡേ സ്കൂളും സംയുക്തമായി നടത്തി. OVBS-നോടനുബന്ധിച്ച് മട്ടാഞ്ചേരി സിനഗോഗ്, പോലീസ് മ്യൂസിയം, ഡച്ച് പാലസ്, കൂനൻകുരിശ് പള്ളി എന്നിവിടങ്ങളിലേക്ക് അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും ചേർന്ന പഠന വിനോദയാത്ര നടത്തി. നമ്മുടെ ഇടവകാംഗമായ ഫാദർ ജോവിൻ ജോഷിയുടെ സാന്നിധ്യം അനുഗ്രഹപ്രദമായിരുന്നു. ഭദ്രാസന ഡയറക്ടർ മാത്യൂസ് കാഞ്ഞിരമ്പാറ അച്ഛനും സെക്രട്ടറി ശ്രീ KY ബിജു നമ്മുടെ OVBS സന്ദർശിച്ചു. സമാപന സമ്മേളനവും നടന്നു. എല്ലാ ദിവസവും കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും രാവിലെയും വൈകിട്ടും ലഘുഭക്ഷണവും കാപ്പിയും നൽകി. പരീക്ഷകൾ അർദ്ധവാർഷിക പരീക്ഷ ജൂൺ 22-ാം തീയതിയും വാർഷിക പരീക്ഷ ഡിസംബർ 7-ാം തീയതിയും 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളുടെ വാർഷിക പരീക്ഷ നവംബർ 30-ാം തീയതിയും നടന്നു. 10ാം ക്ലാസ്സിൽ 8 കുട്ടികളും വേദപ്രവീൺ പരീക്ഷയിൽ ആൽഫി എം ബിജുവിന് A ഗ്രേഡ് ലഭിച്ചു. ബാലസമാജത്തിന്റെ പ്രവർത്തനം ഭംഗിയായി നടന്നു. ആഷ്ലിൻ ഷിജോ വൈസ് പ്രസിഡന്റ്, ദിയ ജിപ്സി സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപകരായ സീന ബേബി, റബേക്ക പോൾ, KC ദിബു എന്നിവർ ബാലസമാജത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായുള്ള ഈ വർഷത്തെ ക്വിസ് മത്സരം നവംബർ മാസം 16-ാം തീയതി MBP മലയക്കുരിശ് സൺഡേ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. ഹെയ്സൽ അബിൻ, റോസ്ന ഷെല്ലി, ബേസിൽ ഷെല്ലി എന്നിവർ പങ്കെടുത്തു. സഹപാഠ്യ മത്സരം ഈ വർഷത്തെ സ്കൂൾ തല സഹപാഠ്യ മത്സരം ആഗസ്റ്റ് 3-ാം തീയതിയും ഡിസ്ട്രിക്ട് തല മത്സരം സെപ്റ്റംബർ 13-ൽ നമ്മുടെ സൺഡേ സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി. 74 പോയിന്റുകളോടെ നമ്മുടെ സൺഡേ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഒക്ടോബർ മാസം 11-ാം തീയതി മണ്ണത്തൂർ സെന്റ് ജോർജ് പള്ളിയിൽ വെച്ച് നടന്ന ഭദ്രാസനതല മത്സരത്തിൽ 42 പോയിന്റുകൾ നേടി നമ്മുടെ സൺഡേ സ്കൂളിന് ബെസ്റ്റ് സൺഡേ സ്കൂൾ ട്രോഫി ലഭിച്ചു. നമ്മുടെ സൺഡേ സ്കൂളിലെ ആൽഫി എം ബിജു വ്യക്തിഗത ചാമ്പ്യനായി. നവംബർ മാസം 8-ാം തീയതി തൃശൂർ മരോട്ടിച്ചാൽ സെന്റ് ജോർജ് പള്ളിയിൽ വെച്ച് നടന്ന സോണൽ തല മത്സരത്തിൽ സംഗീതത്തിന് നമ്മുടെ സൺഡേ സ്കൂളിലെ ആൻമറിയ സജി 1ാം സ്ഥാനവും പൊതുവിജ്ഞാന മത്സരത്തിൽ ആൽഫി എം ബിജു 2ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് ജനുവരി 10-ാം തീയതി കോട്ടയത്ത് വെച്ച് നടന്ന അഖില മലങ്കര സംഗീത മത്സരത്തിൽ ആൻമറിയ സജിക്ക് ഗാനസുഗന്ധി പട്ടം ലഭിച്ചു. അഭിനന്ദനങ്ങൾ. സൺഡേ സ്കൂൾ ജീവകാരുണ്യ ദിന ഫണ്ട്, പള്ളി കാണിക്ക, കവർ പിരിവ് എന്നിവ സമാഹരിച്ച് യഥാസമയം കേന്ദ്രത്തിലേക്ക് ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ വഴി നൽകി വരുന്നു. കൂടാതെ ഡിസ്ട്രിക്ട് പ്രവർത്തന ഫണ്ട്, ക്യൂസ് ഫണ്ട് എന്നിവയും നൽകി വരുന്നു.
സൺഡേ സ്കൂൾ പ്രസിദ്ധീകരണമായ ദി സൺഡേ സ്കൂൾ എല്ലാ അധ്യാപകർക്കും നൽകുന്നു. കുട്ടികൾക്ക് ആവശ്യമായ പാഠപുസ്തകം, കുർബാനക്രമം, വിശുദ്ധ വേദപുസ്തകം, തങ്കവാക്യം, പൊതുവിജ്ഞാനം എന്നിവ സൗജന്യമായി നൽകുന്നുണ്ട്. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചെലവുകൾ പള്ളിക്കാര്യത്തിൽ നിന്നാണ്. ഡിസ്ട്രിക്റ്റിലെ എല്ലാ സൺഡേ സ്കൂളുകളിലെയും അധ്യാപകർക്കായി തട്ടേക്കാട് പക്ഷി സങ്കേതം, ഭൂതത്താൻകെട്ട്, അടിമാലി ഫ്ലോറ ആൻഡ് ഫൗന എന്നിവിടങ്ങളിലേക്ക് നടത്തിയ വിനോദയാത്രയിൽ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരും പങ്കെടുത്തു. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്കായി നിസ്വാർത്ഥ സേവനം നൽകി വരുന്ന അധ്യാപകരെയും പിന്തുണ നൽകുന്ന പള്ളി മാനേജിംഗ് കമ്മിറ്റിയോടും ഇടവക വികാരി, ട്രസ്റ്റിമാർ, ഇടവക അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സൺഡേ സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകി വരുന്ന ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഫാദർ സൂരജ് മത്തായി, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ശ്രീമതി ജിമോൾ ജോബി, സെക്രട്ടറി ശ്രീ ബിനു ഫിലിപ്പ്, ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ KV ഏലിയാസ് കുറ്റിപറിച്ചേൽ, ഡയറക്ടർ ഫാദർ മാത്യൂസ് കാഞ്ഞിരമ്പാറ, സെക്രട്ടറി ശ്രീ KY ബിജു എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. സർവോപരി ഇടയൻ ആളുകളെ വഴി നടത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ ഞങ്ങളെ കരുതുന്ന ഇടവക മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയോടുള്ള ഭക്തി ആദരവുകൾ പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് പള്ളി ട്രസ്റ്റി ഷാജി എബ്രഹാം. ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ മേരിദാസ് അച്ഛൻ, ട്രസ്റ്റി ഉണ്ണിച്ചേട്ടൻ, സെക്രട്ടറി യാക്കോവേട്ടൻ, നമ്മുടെ സൺഡേ സ്കൂളിലെ അച്ഛൻ ജോസഫ് സാറ്, ബാബു സാറ്, വർഗിച്ചേട്ടൻ, സീന ടീച്ചർ, അവരച്ചേട്ടായി, പ്രിയമുള്ള കമ്മിറ്റി അംഗങ്ങളെ, ഭക്ത സംഘടന ഭാരവാഹികളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശംസ അർപ്പിക്കുവാനായിട്ടാണ് നിൽക്കുന്നത്. ഈ പള്ളിയുടെ ട്രസ്റ്റി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവസരം കിട്ടിയത്. കാരണം ഇത് കഴിഞ്ഞ് കുട്ടികളുടെ കലാപരിപാടികൾ ഉള്ളതുകൊണ്ട് ഈ വേദിയിലെ പ്രോഗ്രാം വളരെ ലഘൂകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനമെടുത്തത്. ട്രസ്റ്റി എന്ന നിലയ്ക്ക് അവസരം കിട്ടിയപ്പോഴും ഒന്ന് രണ്ട് കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നു. പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ ചിന്തിപ്പിക്കുന്നതായ ഒരു വിഷയം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുന്നേ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വേദിയിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. ഞാൻ അതിലൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇവിടെ ഒരു സമയം ചെലവഴിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് നിങ്ങളാരും 2 വാക്ക് സംസാരിക്കുന്നതുകൊണ്ട് ക്ഷമിക്കരുത്. പകരം ഞാൻ ഇത് കഴിഞ്ഞൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞ ആനുവൽ ഡേക്ക് ശത്രുക്കളെ തുരത്തുക എന്നുള്ളൊരു വിഷയം എടുത്ത് സംസാരിച്ചായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ശത്രു ആരാണ്? നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകും എന്നെൻ്റെ വിചാരം. ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ശത്രുക്കൾ ആരാണ്? എനിക്കതിന് ഉത്തരം കിട്ടിയത് എന്താണെന്ന് അറിയാമോ? എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എൻ്റെ മുടിഞ്ഞ ഈഗോയാണ്. എൻ്റെ അടുത്ത ശത്രു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിഞ്ഞ ദേഷ്യമാണ്, എൻ്റെ മുടിഞ്ഞ അത്യാഗ്രഹമാണ്, എൻ്റെ വിദ്വേഷമാണ്. അങ്ങ് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ട് എനിക്ക്. ഈ ശത്രു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിൽ തന്നെ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, മുന്നേ ഏതെങ്കിലും അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ശങ്കരാചാര്യരുടെ കഥ. ശങ്കരാചാര്യരും ശിഷ്യരും കൂടെ ഒരു യാത്ര പോകുമ്പോൾ ദൂരെ നിന്ന് ചണ്ടാളം നടന്നു വരുന്നു കണ്ടു. ചണ്ടാളം ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോഴ് നീചജാതി പണ്ട് കാലത്തെ രീതി അനുസരിച്ച് വഴിമാറിപ്പോകാൻ പറയുന്നു, ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ചണ്ടാളം വഴിമാറി പോകുന്നില്ല. ഇവരുടെ നേരെ തന്നെ വരികയാണ്. വളരെ ധൈര്യസമേതം നേരെ വന്നിട്ട് ആചാര്യരുടെ മുമ്പിൽ വന്നിട്ട് ആചാര്യരോട് പറയാം, അല്ലയോ ആചാര്യ ശ്രേഷ്ഠ, അങ്ങ് ആരോടാണ് വഴിമാറി പോകുവാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഏതായാലും എന്നോടല്ല,
എന്നോടങ്ങ് പറഞ്ഞിട്ടില്ല, എന്നലെ ഈശ്വര ചൈതന്യത്തോടാണ് മാറിപ്പോകുവാൻ അങ്ങ് പറഞ്ഞത്. പക്ഷേ അങ്ങയിലെ ഈശ്വര ചൈതന്യത്തെ ഞാൻ തിരിച്ചറിയുന്നു, അതുകൊണ്ട് തന്നെ അങ്ങയെ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു എന്ന് പറഞ്ഞ് പ്രണമിച്ചു. അല്പനേരം സ്തബ്ധനായി നിന്നുപോയ ആചാര്യശ്രേഷ്ഠൻ അങ്ങയിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയാൻ വൈകിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് ആചാര്യനെ പ്രണമിച്ചു. അവർ യാത്ര തുടർന്നു. നമുക്കറിയാം, ശബരിമലയില് എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. എന്താണ് അർത്ഥമാക്കുന്നത്? അത് നീ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഈശ്വര ചൈതന്യം എവിടെയാണ് നിറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ തന്നെ. ഈ ശത്രുക്കളും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹൃദയത്തിൽ. ഈശ്വര ചൈതന്യത്തെ വളഞ്ഞുകൊണ്ട്, ആ ചൈതന്യത്തെ ഞെരുക്കിക്കൊണ്ട് ഈ ശത്രുക്കൾ അങ്ങ് സ്ഥിതി ചെയ്യുകയാണ്. ഈ ശത്രുവിനെ ഓടിക്കാൻ ഭയങ്കര പ്രയാസ, ഭയങ്കര ബലമാണ്. അവരെ ഓടിച്ചു കളയാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിലെ നമ്മുടെ സ്ഥലത്ത് ആരെങ്കിലും സ്ഥലം കുറച്ച് മാന്തി കഴിഞ്ഞാൽ ഓടിച്ചുവിടാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ അതിലും വലിയ ശത്രുക്കളെ പറിച്ചു കളയാൻ ഭയങ്കര പ്രയാസ. അവരെ ഈ ഈശ്വര ചൈതന്യത്തെ വളഞ്ഞു നിൽക്കുക. നമുക്ക് ആ ശത്രുവിനെ മാറ്റി ഈശ്വര ചൈതന്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ വളർച്ച തുടങ്ങുന്നത് തന്നെ. നിലവിൽ നമ്മൾ ബൈബിളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഏത് വിഷയം ചോദിച്ചാലും പറയും. ആരാധനകളിൽ എല്ലാ ആരാധനയും പങ്കാളികളാണ്, എല്ലാ യാമപ്രാർത്ഥനകളും പങ്കാളികളാണ്. ഏത് പ്രാർത്ഥനയും കാണാതെ നമ്മൾ ചൊല്ലും. പക്ഷേ ഈ ശത്രുക്കൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇതിന് ഫലമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വാക്കുകളെ നിങ്ങൾ ചിന്തിക്കുമെന്ന് എൻ്റെ വിചാരം. ഞാൻ പറഞ്ഞതിൽ എന്ത് ശരിയുണ്ടെന്ന് ചിന്തിക്കുന്നു എന്ന എൻ്റെ വിചാരം. ഈ ശത്രുവിനെ ഓടിച്ചു കളയാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച നമുക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ ചിന്ത ഞാൻ തരികയാണ്. ഈ ആനുവൽ ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ആത്മീയ ജീവിതത്തിൽ വരാൻ സാധിക്കുന്നുണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊരു വ്യക്തിയെ ചീത്ത പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയല്ല ചീത്ത പറയുന്നത്, ഈശ്വര ചൈതന്യത്തെ ചീത്ത പറയുന്നത്. ഒരാളെ ഉപദ്രവിക്കുമ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ ഉപദ്രവിക്കുന്നത് ഈശ്വര ചൈതന്യത്തെയാണ് ഉപദ്രവിക്കുന്നത്. ഇതിന് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആനുവലിന്റെ ഈ കഴിഞ്ഞ കാലയളവില് നമുക്ക് തന്ന സന്തോഷവും സമാധാനവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട്, നമ്മുടെ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് പുതിയൊരു വർഷം നമുക്ക് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും പരാതി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരാറ്. പക്ഷേ നമ്മുടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നന്ദിയുള്ളവരായി നന്ദി പറയുവാൻ വേണ്ടിയിട്ടാണ് വരേണ്ടത്. ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്, നന്ദി പറയുവാനായിട്ട് വരേണ്ടത്. തീർച്ചയായിട്ടും എൻ്റെ ചിന്തയെ നിങ്ങൾ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ എനിക്ക് കിട്ടിയതായ ഈ ചുരുങ്ങിയ സമയം ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഈ കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, ഇതുവരെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എല്ലാ സഹായവും ചെയ്തു തന്നതായ എല്ലാ ഇടവകങ്ങളോടുമുള്ളതായ, കമ്മിറ്റി അംഗങ്ങളോടുള്ളതായ, എല്ലാവരോടുള്ളതായ, ഭക്തസംഘടനകളോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളെല്ലാം തികഞ്ഞവരല്ല, ഞങ്ങൾക്കും കുറവുകൾ ഒത്തിരിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വഴക്കുകൾ കേൾക്കാറുണ്ട്. എല്ലാ തരത്തിലും ഒപ്പം നിന്നതിന് നന്ദിയുണ്ട്. ഇനിയും ഉണ്ടാകുന്ന വിചാരത്തോടുകൂടി എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്. കുടുംബ കൂട്ടായ്മയുടെ റിപ്പോർട്ട് വായിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. കണ്യാട്ടുനിരപ്പ് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ കുടുംബ കൂട്ടായ്മകളുടെ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് 13/7/2025 ഞായറാഴ്ച 4 മണിക്ക് ബഹുമാനപ്പെട്ട ഇടവ വികാരി മേരിദാസ് സ്റ്റീഫൻ അച്ഛൻ്റെ
അധ്യക്ഷതയിൽ കൂടിയ യൂണിറ്റ് ഭാരവാഹികളുടെ യോഗത്തിൽ ഓരോ കുടുംബ കൂട്ടായ്മയിലെയും പ്രാർത്ഥനായോഗങ്ങൾ പുനരാരംഭിക്കുവാൻ തീരുമാനമെടുക്കുകയും അതിൻ പ്രകാരം ഇടവകയിലെ 7 കുടുംബ കൂട്ടായ്മകളായ സെബ്ലോൺ കുടുംബ യൂണിറ്റ് കുപ്പേത്താഴം, ഏഞ്ചൽ കുടുംബ യൂണിറ്റ് OEN പാട്ടിലിത്താഴം, ജെറുസലേം കുടുംബ യൂണിറ്റ് കണ്യാട്ടുനിരപ്പ്, സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് സെന്റ് ജോർജ് മൗണ്ട്, ഗ്ലോറിയ കുടുംബ യൂണിറ്റ് വണ്ടിപ്പേട്ട വെമ്പിളിമറ്റം, ഗബ്രിയേൽ കുടുംബ യൂണിറ്റ് തൊണ്ടൻപാറ കുമ്പപ്പള്ളി, ബെത്ലഹേം കുടുംബ യൂണിറ്റ് കോക്കാപ്പള്ളി തുടർച്ചയായി ഓരോ ഭവനങ്ങളിലും പ്രാർത്ഥനായോഗങ്ങൾ നടത്തുകയുണ്ടായി. എല്ലാവരെയും അനുമോദിക്കുന്നു. വലിയ നോയമ്പിന്റെ ആരംഭഘട്ടത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും പള്ളിയിൽ വെച്ച് സുവിശേഷ യോഗങ്ങൾ നടത്തുകയും ഇടവകാരി മേരിദാസ് സ്റ്റീഫൻ അച്ഛൻ വചന സന്ദേശം നൽകുകയും പാതി നോയമ്പിന് ശേഷമുള്ള യോഗങ്ങളിൽ റവറൻ ഫാദർ സിബി മാത്യു വർഗീസ്, റവറൻ ഫാദർ ബാബു എബ്രഹാം, റവറൻ ഫാദർ അജീഷ് ബാബു എന്നിവർ വചന സന്ദേശം നൽകുകയുണ്ടായി. ബൈബിളിലെ വചനങ്ങളെ അടിസ്ഥാനമാക്കി മികച്ച സന്ദേശം നൽകിയ വൈദികരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരു കാര്യം വളരെ സങ്കടത്തോടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഭൂരിഭാഗം സുവിശേഷ യോഗങ്ങളിലും ഇടവക ജനങ്ങളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. വരുംകാലങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ജൂബിലി പെരുന്നാൾ കൂപ്പൺ പിരിവ്, കാതോലിക്ക ദിനപ്പിരിവ്, ചാരിറ്റി ബോക്സ് കളക്ഷൻ കുടുംബ യൂണിറ്റുകൾ വഴി വളരെ ഭംഗിയായി നടത്തുകയുണ്ടായി. ജൂബിലി പെരുന്നാളിനോടനുബന്ധിച്ച് നേർച്ച ഭക്ഷണം കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തിച്ച് നൽകുകയുണ്ടായി. വലിയ നോയമ്പിന്റെ അവസാന ആഴ്ചകളിൽ കിടപ്പ് രോഗികൾക്കും പ്രായമായവർക്കും മേരിദാസ് അച്ഛൻ വീടുകൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന നൽകുകയുണ്ടായി. ഇന്നേ വരെ വഴി നടത്തിയ ദൈവത്തെ സ്തുതിക്കുകയും ഇടവകയുടെ കാവൽ പിതാവായ വിശുദ്ധ യുവനാൻ മാന്താനയുടെയും വിശുദ്ധ ദൈവമാതാവിൻ്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി TV വർക്കി തടത്തിൽ. വനിതാ സമാജത്തിന്റെ വാർഷിക റിപ്പോർട്ട് സീന ബേബി. ത്രിയേക ദൈവത്തിന് സ്തുതി. കണ്യാട്ടുനിരപ്പ് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി മർത്തമറിയം വനിതാ സമാജത്തിന്റെ 1/6/2025 മുതൽ 10/5/2026 വരെയുള്ള കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ട്. അനുശോചനം. റിപ്പോർട്ട് വർഷത്തിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച മേരി യോഹന്നാൻ കുപ്പേക്കുഴിയിൽ, തങ്കമ്മ യോഹന്നാൻ കല്ലടയിൽ, ഏലിയാമ്മ വർഗീസ് വെമ്പിളിമറ്റത്തിൽ, ശോശാമ്മ യോഹന്നാൻ കൊച്ചുകോക്കാട്ട്, ലീലാമ്മ പൗലോസ് പെരുമ്പാട്ട്, മേരി ഫിലിപ്പോസ് ചിറപ്പാട്ട് എന്നിവരെ പ്രത്യേകം ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. സമാജം കമ്മിറ്റി എല്ലാ വർഷവും വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു വരുന്നു. ഓഗസ്റ്റ് 15 നടന്ന വാർഷിക പൊതുയോഗത്തിൽ താഴെ പറയുന്നവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് ശ്രീമതി അമ്മിണി ജോസഫ് പാലാമറ്റത്തിൽ, സെക്രട്ടറി ശ്രീമതി സീന ബേബി തലപ്പള്ളിമറ്റത്തിൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഷൈനി സാബു മംഗലത്തിൽ, ട്രഷറർ ശ്രീമതി റൂബി വർഗീസ് കാരുകുന്നത്ത്, ഓഡിറ്റർ ശ്രീമതി ലിസി ജോർജ് നടുവിലപ്പറമ്പിൽ, ചൈതന്യ കൺവീനർ ശ്രീമതി മീനു ജോൺ കാരുകുന്നത്ത്, ശ്രീമതി ഡോണ ബെന്നി എടപ്പള്ളിമറ്റത്തിൽ. 7 കുടുംബ യൂണിറ്റുകളിൽ നിന്ന് 2 പേരെ വീതം കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തു. കൊക്കാപ്പള്ളി യൂണിറ്റിൽ നിന്ന് ശ്രീമതി മോളി ജോർജ്, ശ്രീമതി മിലി ജോൺസൺ, തൊണ്ടമ്പാറ യൂണിറ്റിൽ നിന്ന് ശ്രീമതി മറിയാമ്മ പൗലോസ്, ശ്രീമതി തങ്കമ്മ യാക്കോബ്, വണ്ടിപ്പേട്ട ശ്രീമതി മേബിൾ ചാക്കോ, ശ്രീമതി സീമ ജോളി, കണ്യാട്ടുനിരപ്പ് ശ്രീമതി തങ്കി എബ്രാഹാം, ശ്രീമതി ലിസി ജോസ്, സെന്റ് ജോർജ് മൗണ്ട് ശ്രീമതി ഗീതു റോബിൻ, ശ്രീമതി ഡെയ്സി ജോസഫ്, OEN പാട്ടുള്ളിത്താഴം ശ്രീമതി ലീല ജോർജ്, ശ്രീമതി മേരിക്കുട്ടി എൽദോ, കുപ്പേത്താഴം ശ്രീമതി ഓമന വർഗീസ്, ശ്രീമതി ലീലാമ്മ ജോണി,
ശ്രീമതി നിമ്മി ജോണി മേഖലാ ചൈതന്യ കൺവീനറായി പ്രവർത്തിച്ചു വരുന്നു. മർത്തമറിയം വനിതാ സമാജം ഭദ്രാസന സെക്രട്ടറി മിനി ജോസഫ് സ്ഥിരം ക്ഷണിതാവായും ഉപദേഷ്ടാവായും പ്രവർത്തിച്ചു വരുന്നു. അംഗത്വം. ഇടവകയിൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാ വനിതകൾക്കും സമാജത്തിൽ അംഗത്വം ഉണ്ട്. പള്ളിയിലെ പൊതുവായ വിവരങ്ങളും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള വിവിധ പദ്ധതികളും അറിയിപ്പുകളും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അറിയിച്ചു വരുന്നു. സമാജം മീറ്റിംഗുകൾ. എല്ലാ 2ാം ഞായറാഴ്ചയും വിശുദ്ധ കുർബാനാനന്തരം ദേവാലയത്തിൽ വച്ച് സമാജം മീറ്റിംഗ് കൂടി വരുന്നു. പ്രാർത്ഥന, വേദവായന, സുവിശേഷ ഗാനം, റിപ്പോർട്ട് അവതരണം, ചർച്ചകൾ, കാര്യാലോചന എന്നിവ ബഹുമാനപ്പെട്ട മേരിദാസ് അച്ഛന്റെ അധ്യക്ഷതയിൽ നടത്തിവരുന്നു. അത്യാവശ്യ സന്ദർഭങ്ങളിൽ സമാജം കമ്മിറ്റി ഓൺലൈനായിട്ടും കൂടി വരുന്നു. പ്രവർത്തനങ്ങൾ. ഞായറാഴ്ച ദിവസങ്ങളിൽ പഴമ വായിക്കുന്നത് സമാജാംഗങ്ങളാണ്. ദേവാലയത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളിലും പെരുന്നാളുകളിലും വിശേഷ ദിവസങ്ങളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിൽ സമാജ അംഗങ്ങൾ സജീവമായി പങ്കെടുക്കുന്നു. ഞായറാഴ്ചകളിൽ പ്രഭാത ഭക്ഷണവും പെരുന്നാളുകളിലും വിശേഷ ദിവസങ്ങളിലും നേർച്ച സദ്യ വിളമ്പുന്നതും സമാജം പ്രവർത്തകരാണ്. വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് സമാജത്തിന്റെ നേതൃത്വത്തിൽ സമാജ അംഗങ്ങൾ ഷെയർ അടിസ്ഥാനത്തിൽ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. ഓഗസ്റ്റ് 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, 15-ാം തീയതി വിശുദ്ധ കുർബാന, ദൈവമാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ നടത്തപ്പെട്ടു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും പ്രഭാത ഭക്ഷണം നേർച്ചയായി നൽകി. പൊതുയോഗത്തിന് ശേഷം എല്ലാവർക്കും ഉച്ചസദ്യയും നൽകുകയുണ്ടായി. വലിയ നോമ്പിൽ മാർച്ച് മാസം 11, 12, 13 തീയതികളിലായി 3 ദിവസം ഉപവാസ ധ്യാനം നടത്തപ്പെടുകയുണ്ടായി. രാവിലെ 3 മണി നമസ്കാരത്തോടെ ആരംഭിച്ച് 9 മണി നമസ്കാരത്തോടെ അവസാനിപ്പിക്കുന്ന രീതിയിലായിരുന്നു ധ്യാനം. ഈ 3 ദിവസങ്ങളിൽ ആത്മീയതയുടെയും അനുതാപത്തിന്റെയും തിരിച്ചറിവുകളുടെയും പങ്കുവെക്കലിന്റെയും അനുഭവങ്ങളിലൂടെ ഞങ്ങളെ നടത്തിയ അച്ഛനോടുള്ള സ്നേഹവും ആദരവും പങ്കുവെക്കുന്നു. OVBS. ഈ വർഷം നടന്ന OVBSൽ സമാജം പ്രവർത്തകരുടെ സഹായം ഉണ്ടായിരുന്നത് പ്രത്യേകം ഓർക്കുന്നു. കേന്ദ്ര നിർദ്ദേശപ്രകാരം ഓരോ മാസവും ഓരോ തീം അടിസ്ഥാനമാക്കി പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഈ സമാജത്തിന് സാധിച്ചു. ജൂൺ മാസത്തിലെ പദ്ധതിയായ ആരോഗ്യ ബോധവൽക്കരണം എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി ദന്തപരിചരണത്തെ കുറിച്ചിട്ടുള്ള ക്ലാസും ദന്തപരിശോധന ക്യാമ്പും നടത്തപ്പെട്ടു. എടപ്പള്ളി അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്റ്ററിയിലെ 6 ഡോക്ടർമാർ അടങ്ങുന്ന ഒരു ടീമാണ് ക്യാമ്പ് നടത്തിയത്. എൽഡേഴ്സ് ഫോറവും സമാജവും സംയുക്തമായി നടത്തിയ ഈ സംരംഭത്തിൽ 77 പേർ പരിശോധനയ്ക്ക് വിധേയരായി. തുടർ ചികിത്സയ്ക്കുള്ള ക്രമീകരണം അമൃത മെഡിക്കൽ കോളേജ് ചെയ്തു. ജൂലൈ മാസത്തിലെ പ്രോജക്റ്റായ ആത്മീക സമാധാനം അനുരഞ്ജനത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്താനിയോസ് തിരുമേനി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള ക്ലാസ് നടത്തുകയുണ്ടായി. തിരുമേനി ഇടവക അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനത്തിലും അനുഭവത്തിലും വളരെ കാലമായി ഉണ്ടായിരുന്ന സംശയങ്ങൾ ദൂരീകരിക്കുവാൻ സാധിച്ചു. ഓഗസ്റ്റ് മാസത്തിലെ ചിന്താ വിഷയമായ മഹനീയം മാതൃത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട മേരിദാസ് അച്ഛൻ അച്ഛന്റെ അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ വളരെ ഹൃദയസ്പർശിയായി പങ്കുവച്ചു. ശ്രീമതി മറിയാമ്മ പൗലോസ് പ്രസംഗം നടത്തുകയും മറ്റു പല അംഗങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. മഹനീയം മാതൃത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചൈതന്യ ഗ്രൂപ്പിലെ കുട്ടികൾ അമ്മമാർക്ക് വേണ്ടി കൗതുകകരമായ വിവിധ മത്സരങ്ങൾ നടത്തി. വേദപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കുസൃതി ചോദ്യങ്ങളും ക്വിസും ഉണ്ടായിരുന്നു. വാർഷിക പൊതുയോഗത്തിൽ മഹനീയം മാതൃത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്വന്തം അമ്മയെപ്പറ്റി എഴുതിയ എല്ലാവർക്കും പാരിതോഷികം നൽകി. മുൻകാലങ്ങളിൽ സമാജത്തെ നയിച്ച സെക്രട്ടറിമാരെ ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. സെപ്റ്റംബർ മാസത്തിലെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള സമാജാംഗങ്ങളുടെ 2 പെൺകുട്ടികൾക്ക് 75,000 രൂപ വിദ്യാഭ്യാസ സ്കോളർഷിപ്പായിട്ട് നൽകി.
ഒക്ടോബർ മാസത്തെ പ്രോജക്റ്റ് അടക്കളത്തോട്ടം ആരോഗ്യത്തിന് എന്നുള്ളതായിരുന്നു. ഇതിന്റെ ഭാഗമായി പള്ളിയുടെ അടുക്കള പരിസരത്ത് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുവാൻ ഈ സമാജത്തിന് സാധിച്ചു. ബഹുമാനപ്പെട്ട മേരിദാസച്ചൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതിനു വേണ്ടതായ സഹായങ്ങൾ ചെയ്തു തന്ന പള്ളി മാനേജിംഗ് കമ്മിറ്റിയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അടുക്കളത്തോട്ടത്തിന്റെ വിളവെടുപ്പ് നടത്തുകയും പള്ളിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു വരുന്നു. ഈ മാസത്തിൽ 10-ാം തീയതി തന്നെ സമാജാംഗങ്ങൾ സുഖമില്ലാതിരുന്ന സമാജാംഗങ്ങളുടെ ഭവന സന്ദർശനം നടത്തി. ഡിസംബർ 17-ന് ആരംഭിച്ച് 23-ന് അവസാനിച്ച നമ്മുടെ കരോൾ ദിവസങ്ങളിൽ നമ്മുടെ സമാജാംഗങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. സമാജാംഗങ്ങളായ പെൺകുട്ടികളുടെ വിവാഹത്തിന് 3000 രൂപയും വിശുദ്ധ വേദ പുസ്തകവും പാരിതോഷികമായി നൽകി വരുന്നു. ഈ പ്രവർത്തന വർഷത്തിൽ 3 പേർക്ക് നൽകുവാൻ സാധിച്ചു. വരുമാന മാർഗങ്ങൾ: വനിതാ സമാജം സമ്പാദ്യ പദ്ധതി, ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റ്, സമാജ അംഗങ്ങളുടെ മാസവരി, സംഭാവനകൾ എന്നിവയാണ് പ്രധാന വരുമാന മാർഗങ്ങൾ. സമ്പാദ്യ പദ്ധതി സ്ത്രീകളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സമാജത്തിന് പ്രവർത്തന ഫണ്ട് രൂപീകരിക്കുന്നതിനും വേണ്ടി വർഷങ്ങളായി നടത്തിവരുന്ന സമ്പാദ്യ പദ്ധതി ഈ വർഷവും തുടരുന്നു. ഈ വർഷം 1,05,000 രൂപ സമാജം ഫണ്ടായി സമാഹരിക്കാൻ സാധിച്ചു. സമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ആയി ഈ തുക വിനിയോഗിച്ച് വരുന്നു. ആരോഗ്യ പരിരക്ഷാ പ്രവർത്തനങ്ങൾ: ദന്തപരിശോധന ക്യാമ്പും ദന്തപരിചരണത്തെക്കുറിച്ചുള്ള ക്ലാസും വനിതാ സമാജവും എൽഡേഴ്സ് ഫോറവും സംയുക്തമായി ചേർന്ന് ജൂൺ മാസത്തിൽ നടത്തപ്പെടുകയുണ്ടായി. 77 പേർ പരിശോധനയ്ക്ക് വിധേയരായി. ജനുവരി 11-ന് നമ്മുടെ പള്ളിയിൽ വെച്ച് എൽഡേഴ്സ് ഫോറത്തിന്റെയും സമാജത്തിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ലോട്ടസ് ഐ കെയർ ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തുകയുണ്ടായി. ഇടവക അംഗങ്ങളും പരിസരവാസികളുമായ 96 പേർ പരിശോധനയിൽ പങ്കെടുത്തു. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തു. വിജ്ഞാനപ്രദമായ പ്രവർത്തനങ്ങൾ: സ്ത്രീകളുടെ ആത്മീയ ഉണർവിനു വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ഏർപ്പെടുത്തുന്ന പഠന പദ്ധതികളിൽ സമാജാംഗങ്ങൾ സജീവമായി പങ്കെടുത്തു വരുന്നു. ശ്രീമതി തങ്കമ്മ ഡാനിയൽ മെമ്മോറിയൽ ക്വിസ് മത്സരത്തിൽ മേഖലാടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനവും ഭദ്രാസനാടിസ്ഥാനത്തിൽ 2-ാം സ്ഥാനവും നമ്മുടെ സമാജാംഗങ്ങൾ കരസ്ഥമാക്കി. ഇതിൽ പങ്കെടുത്തവർ ശ്രീമതി റിബേക്ക പോൾ, ശ്രീമതി സീന ബേബി, ശ്രീമതി ജിബിഎം പീറ്റർ എന്നിവരാണ്. 2025-ലെ കേന്ദ്ര പരീക്ഷ എഴുതിയതിൽ ഈ സമാജത്തിൽ നിന്ന് താഴെ പറയുന്നവർ ഭദ്രാസന തലത്തിൽ മികവ് പുലർത്തി. ശ്രീമതി ജിബിഎം പീറ്റർ പ്രീ സീനിയർ വിഭാഗത്തിൽ 1-ാം റാങ്കും, ശ്രീമതി സീന ബേബി സീനിയർ വിഭാഗത്തിൽ 1-ാം റാങ്കും, ശ്രീമതി മോളി ജോർജ് പ്രീ സൂപ്പർ സീനിയർ വിഭാഗത്തിൽ 3-ാം റാങ്കും നേടുകയുണ്ടായി. പരിശുദ്ധ ഔഗേൻ ബാവയും സ്വാതന്ത്ര്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ അഖില മലങ്കര ഉപന്യാസ മത്സരത്തിൽ ശ്രീമതി ഡെയ്സി ജോസഫ് 2-ാം സ്ഥാനം നേടുകയും പരിശുദ്ധ കാതോലിക്ക ബാവയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങുകയും ചെയ്തു. വേദസമീക്ഷ: ഭദ്രാസന സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന 3 വർഷ കോഴ്സ് ആയ വേദസമീക്ഷയിൽ ഈ സമാജത്തിൽ നിന്ന് 6 പേർ പങ്കെടുത്തവർ ശ്രീമതി മിനി ജോസഫ്, ശ്രീമതി ലിസി യോഹന്നാൻ, ശ്രീമതി റൂബി വർഗീസ്, ശ്രീമതി തങ്കമ്മ യോഹന്നാൻ കല്ലടായിൽ, ശ്രീമതി ജസി ബാബു, ശ്രീമതി സ്മിത ജോണി. പങ്കെടുത്ത എല്ലാവരും ഉന്നത വിജയം കരസ്ഥമാക്കുകയും കൂത്താട്ടുകുളം സെന്റ് സ്റ്റീഫൻ പള്ളിയിൽ വെച്ച് നടന്ന ഏകദിന ധ്യാന യോഗത്തിൽ വെച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. വിജയികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ വേദപുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളെ കുറിച്ചുള്ള പഠനം ഓൺലൈനായി ബഹുമാനപ്പെട്ട മേരിദാസ് അച്ഛന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. അച്ഛനെ കൂടാതെ സമാജാംഗങ്ങൾ തന്നെ ഓരോ ബുധനാഴ്ചയിലും ക്ലാസുകൾ നടത്തിവരുന്നു. കലാപരമായ പ്രവർത്തനങ്ങൾ: ഭക്തസംഘടനകളുടെ വാർഷിക ദിനത്തിൽ സമാജാംഗങ്ങൾ മാർഗംകളിയും എൽഡേഴ്സ് ഫോറവുമായി ചേർന്ന് നാടകവും അവതരിപ്പിച്ചു.
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇടവകയിലും പരിസരത്തിലുമുള്ള പല രീതിയിൽ കഷ്ടത അനുഭവിക്കുന്നവരും അർഹരുമായ ആളുകളെ കണ്ടുപിടിക്കുന്നത് കുടുംബ യൂണിറ്റുകൾ വഴി നടത്തിവരുന്നു. രോഗി സന്ദർശനത്തിനോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും സഹായിക്കുവാനും അവരുടെ കൂടെ അല്പസമയം ചിലവഴിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സമാജാംഗങ്ങൾ എപ്പോഴും മുൻകൈ എടുക്കുന്നു. വിധവകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, മക്കളില്ലാത്ത കുടുംബങ്ങൾ, മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ എന്നിങ്ങനെ മുൻഗണന നൽകിക്കൊണ്ട് ഇടവക അംഗങ്ങൾക്കും ഇടവകയുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന അന്യമതസ്ഥരുടെ കുടുംബങ്ങളിലും സഹായം എത്തിച്ചു കൊടുക്കുന്നു. എല്ലാ വർഷവും സമാജം കമ്മിറ്റി കൂടി ഭാരവാഹികൾ അന്വേഷണം നടത്തി ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നു. എല്ലാ മാസവും കൊടുക്കുന്നു. പെൻഷനായിട്ട് 500 രൂപ വീതം എല്ലാ മാസവും വിധവയും മക്കളില്ലാത്തതുമായ ഒരു സഹോദരിക്ക് നൽകി വരുന്നു. വിദ്യാഭ്യാസ സഹായം 1000 രൂപ വീതം അക്രൈസ്തവയായ ഒരു പെൺകുട്ടിക്ക് എല്ലാ മാസവും കൊടുത്തു വരുന്നു. ചികിത്സാ സഹായം 1000 രൂപ വീതം എല്ലാ മാസവും ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്നു. ജൂലൈ മാസത്തിൽ അദ്ദേഹം നിര്യാതനാകുന്നതുവരെ നൽകുകയുണ്ടായി. ഫെബ്രുവരി മാസം മുതൽ 1000 രൂപ വീതം അക്രൈസ്തവരായ 2 പേർക്ക് നൽകി വരുന്നു. ഫെബ്രുവരി മാസം മുതൽ 1000 രൂപ വീതം എല്ലാ മാസവും അക്രൈസ്തവരായ 2 പേർക്കും നൽകുന്നു. ക്രൈസ്തവരും അക്രൈസ്തവരുമായ കുടുംബങ്ങൾക്ക് ബഹുമാനപ്പെട്ട MV പൗലോസ് സാർ സ്പോൺസർ ചെയ്യുന്ന ഭക്ഷണ കിറ്റ് 7 പേർക്കായി നൽകുന്നു. 1000 രൂപയുടെ അവശ്യ സാധനങ്ങളുടെ ഭക്ഷണ കിറ്റ് ഏപ്രിൽ മുതൽ മെയ് വരെ 3 പേർക്കും, ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ 2 പേർക്കും, സെപ്റ്റംബറിൽ ഒരാൾക്കും കൊടുത്തു. കൂടാതെ ഫെബ്രുവരി മാസം മുതൽ 1000 രൂപയുടെ ഭക്ഷണ കിറ്റ് അക്രൈസ്തവരായ 2 സഹോദരിമാർക്ക് നൽകി വരുന്നു. 2025 ഓണത്തോടനുബന്ധിച്ച് 6500 രൂപയുടെ ഓണക്കിറ്റ് 5 പേർക്ക് നൽകി. ക്രിസ്മസിനോട് അനുബന്ധിച്ച് 4000 രൂപയുടെ ഭക്ഷണ കിറ്റ്, കേക്ക് ഉൾപ്പെടെയുള്ള ഭക്ഷണ കിറ്റ് 4 പേർക്ക് നൽകി. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്. ഇടവകയിലെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് 4 സെമസ്റ്ററിലെ ട്യൂഷൻ ഫീ കൊടുക്കാമെന്ന് സമാജം തീരുമാനിച്ചതിൽ 2 സെമസ്റ്ററിലെ ട്യൂഷൻ ഫീ ആയ 50000 രൂപ കൊടുത്തു. ഫൈനൽ ഇയർ നഴ്സിംഗിന് പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിക്ക് 25000 രൂപയും കൊടുത്തു. ആകെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ആയി 75000 രൂപ നൽകി. ഇടവകയിലെ ഒരു സമാജാംഗത്തിന്റെ ഭർത്താവിന്റെ ചികിത്സാ സഹായത്തിനായി 1,10,000 രൂപ നൽകി. ഭദ്രാസന വനിതാ സമാജത്തിന്റെ ഇടുക്കി പ്രോജക്റ്റ് ആയ ദമ്പതികളുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 40,000 രൂപ നൽകി. ഇടവകയിലെ ഒരു പെൺകുട്ടിക്ക് വിവാഹധന സഹായമായി മർത്തമറിയം സമാജം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് 1,00,000 രൂപ നൽകുകയുണ്ടായി. തേവരയിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരായ 30 പേരടങ്ങുന്ന യുവതികളുടെ ഒരു മന്ദിരത്തിനും 50 പേരടങ്ങുന്ന വൃദ്ധ മന്ദിരത്തിനും കൂടി 11,000 രൂപ ഭക്ഷണവും ക്യാഷും ഉൾപ്പെടെ നൽകി. കൂടാതെ നമ്മുടെ തന്നെ ഒരു സമാജ അംഗം അവർക്ക് ആവശ്യമുള്ള 25 നൈറ്റികളും നൽകി. അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഈ പ്രവർത്തന വർഷത്തിൽ ആകെ 3,10,500 രൂപ നമ്മുടെ സമാജത്തിൽ നിന്ന് കൊടുത്തു. അതുകൂടാതെ കേന്ദ്ര സമാജത്തിൽ നിന്ന് 1,00,000 രൂപയും കൊടുത്തു. ഇതിനുവേണ്ടി സംഭാവന നൽകിയവരെ പ്രത്യേകം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. ഭദ്രാസനതല മീറ്റിങ്ങുകൾ. ഭദ്രാസനത്തിൽ നടന്ന എല്ലാ യോഗങ്ങൾക്കും ഈ സമാജത്തിൽ നിന്ന് സമാജ പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി കണ്ടനാട് ഈസ്റ്റ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പാമ്പാക്കുട സമന്വയിൽ വെച്ച് നടന്ന ചൈതന്യ ഗ്രൂപ്പിന്റെ ഏകദിന പഠന ശിബിരത്തിൽ ചൈതന്യ ഗ്രൂപ്പിൽ നിന്ന് 5 പേർ പങ്കെടുത്തു. 29/9/2025 പാലക്കുഴ സെന്റ് ജോൺസ് പള്ളിയിൽ വെച്ച് നടന്ന നേതൃത്വ പരിശീലന ക്യാമ്പിലും തങ്കമ്മ ഡാനിയൽ ക്വിസ് മത്സരത്തിലും നമ്മുടെ സമാജത്തിൽ നിന്ന് 5 പേർ പങ്കെടുത്തു. ഡിസംബർ 6-ന് മൂവാറ്റുപുഴ അരമന പള്ളിയിൽ വെച്ച് നടന്ന ക്രിസ്മസ് പ്രോഗ്രാമിൽ ഈ സമാജത്തിൽ നിന്ന് 20 പേർ പങ്കെടുക്കുകയും 9 പേർ അടങ്ങുന്ന ഒരു ടീം വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുകയും ചെയ്തു.
നമ്മുടെ സമാജാംഗമായ അമ്മണി ജോസഫ് എഴുതി തയ്യാറാക്കിയ വഞ്ചിപ്പാട്ടാണ് അവതരിപ്പിച്ചത്. അമ്മണി ജോസഫിനെ അഭിനന്ദിക്കുന്നു. ഡിസംബർ 8 പരുമലപ്പള്ളിയിൽ വെച്ച് നടന്ന പരിശുദ്ധ ഔഗൻ ബാവയുടെ ഓർമ്മ പെരുന്നാളിലും അഖിലമലങ്കര സമാജ മീറ്റിംഗിലും ഈ ഇടവകയിൽ നിന്ന് 2 പേർ പങ്കെടുത്തു. ഞങ്ങൾക്കെല്ലാം ഊർജവും കരുത്തും പകർന്നു തന്ന, ഞങ്ങളിൽ ഒരാളായി ഞങ്ങളെ നയിക്കുന്ന ഏറ്റവും സ്നേഹനിധിയായ ഇടവക വികാരിയും സമാജം പ്രസിഡന്റും ആയ ബഹുമാനപ്പെട്ട മേരിദാസ് അച്ഛനോടുള്ള സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ അർപ്പിക്കുന്നു. പള്ളി ട്രസ്റ്റിമാർ, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ ചെയ്തു തരുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നന്ദിയോടെ സ്മരിക്കുന്നു. സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ചെയ്തു തരുന്ന ഇടവക അംഗവും ഭദ്രാസന സെക്രട്ടറിയുമായ മിനി ജോസഫിനെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. എല്ലാത്തിനും ഉപരിയായി ഇതുവരെ വഴി നടത്തിയ ദൈവത്തിന്റെ അളവില്ലാത്ത കൃപയിലും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലും ഇടവകയുടെ കാവൽ പിതാവായ യോഹന്നാൻ മബ്ദാനയുടെ മധ്യസ്ഥതയിലും അഭയപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. ഒരു റിപ്പോർട്ടൂടെ, വാർഷിക റിപ്പോർട്ട് എൽഡേഴ്സ് ഫോറം. ദൈവത്തിൻ്റെ സ്തുതി. സെൻറ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കല്യാണത്തീർപ്പ് 2025-26 വാർഷിക റിപ്പോർട്ട്. എൽഡേഴ്സ് ഫോറം എല്ലാ മാസവും 3-ാം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ വെച്ച് ഒത്തുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചു. വനിതാ സമാജത്തിൻ്റെ സമാജ പ്രവർത്തകരുടെ സഹകരണത്തോടെ കണ്ണിൻ്റെ ക്യാമ്പും പല്ലിൻ്റെ ക്യാമ്പും നടത്തുകയുണ്ടായി. ഭദ്രാസന തലത്തിൽ നടന്ന ഏകദിന യോഗങ്ങളിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. വെട്ടിത്തറ പള്ളിയിൽ നടന്ന യോഗത്തിൽ 15 പേരും, വെറും പള്ളിയിൽ നടന്ന യോഗത്തിൽ 10 പേരും, മാമലശ്ശേരിയിൽ പള്ളിയിൽ നടന്ന യോഗത്തിൽ 30 പേരും പങ്കെടുക്കുകയുണ്ടായി. അഖില മലങ്കര അടിസ്ഥാനത്തിൽ പുതുപ്പള്ളി പള്ളിയിൽ നടന്ന യോഗത്തിൽ 5 പേർ പങ്കെടുത്തു. തുടർന്നുള്ള നാളുകളിൽ കൂടുതൽ ഉത്സാഹത്തോടെ എൽഡേഴ്സ് ഫോറം സജീവമാക്കേണ്ടതാണ്. നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ KM ജോസഫ് സാർ മേഖലാ സെക്രട്ടറിയായും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നതോടൊപ്പം എല്ലാ എൽഡേഴ്സ് അംഗങ്ങളും നമ്മുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു എന്ന് സെക്രട്ടറി യാക്കോബ് പുള്ളിനാഥ്. അവശേഷിക്കുന്നത് സമ്മാനദാനമാണ്. ഈ വർഷം സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധേയമായ പങ്കാളിത്തം കൊണ്ടും വിജയം കൊണ്ടും ഒക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ആളുകളെ സമാജം പ്രവർത്തകർ ആദരിക്കുന്നു. സമ്മാനം വാങ്ങിക്കാനുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും നിശ്ചയമാണ്. വിളക്ക് മാറ്റി വെക്കണം. ലിസ്റ്റ് വായിക്കുന്നതനുസരിച്ച് എല്ലാവരും പെട്ടെന്ന് തന്നെ വരണം. ഇതിൻ്റെ സ്റ്റേജിലേക്ക് പ്രവേശിക്കാനുള്ള വഴി സ്റ്റേജിൻ്റെ തെക്ക് വശത്തും വടക്ക് വശത്തുമായിട്ടാണ് ഉള്ളത്. നിങ്ങൾ തെക്ക് വശത്തെ സ്റ്റെപ്പുകൾ വഴി പ്രവേശിച്ച് വടക്ക് വശത്തെ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങിപ്പോവുക. ഈ സ്റ്റേജിൻ്റെ വലതുഭാഗത്തു കൂടി സൺഡേ സ്കൂൾ ഹാളിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം വടക്ക് വശത്തേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങി പുറത്തേക്കും പോകേണ്ടതാണെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ വനിതാ സമാജത്തിൻ്റെ ലിസ്റ്റ് വായിക്കും. അവരുടെ സമ്മാനദാനത്തിന് ശേഷം സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതാണ്.
ഭദ്രാസന മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വേദസമീക്ഷ പഠന പദ്ധതിയിലെ 3 വർഷ പുതിയ നിയമ പഠനം വിജയകരമായി പൂർത്തിയാക്കിയ നമ്മുടെ സമാജാംഗങ്ങളെ ആദരിക്കുന്നു. ആദ്യമായി ശ്രീമതി മിനി ജോസഫ്. എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കാം. അടുത്തതായി ലിസി യോഹന്നാൻ. അടുത്തതായി റൂബി വർഗീസ്. ജെസി ബാബു. സ്മിത ജോണി. അഖില മലങ്കര അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഔഗേൻ ബാവയുടെ സ്മരണാർത്ഥം നടത്തിയ ഉപന്യാസ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഡേസി ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന അടിസ്ഥാനത്തിൽ നടത്തിയ ശ്രീമതി തങ്കമ്മ ഡാനിയൽ മെമ്മോറിയൽ ക്വിസ് മത്സരത്തിൽ മർത്തമറിയം സമാജാംഗങ്ങൾ 2ാം സ്ഥാനം നേടി. അതിൽ പങ്കെടുത്ത വിജയികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമാജം ടീം ശ്രീമതി റിബിക പോൾ, ശ്രീമതി സീന ബേബി, ശ്രീമതി ജിബി എം പീറ്റർ. അഖില മലങ്കര അടിസ്ഥാനത്തിൽ നടത്തിയ കേന്ദ്ര പരീക്ഷയിൽ നമ്മുടെ സമാജത്തിൽ നിന്ന് ഭദ്രാസനത്തിൽ മികവ് പുലർത്തിയവർ: പ്രീ സീനിയർ വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ ജിബി എം പീറ്റർ, സീനിയർ വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ സീന ബേബി, പ്രീ സൂപ്പർ സീനിയർ വിഭാഗത്തിൽ 3ാം റാങ്ക് നേടിയ മോളി ജോർജ്. അടുത്തതായി പാർട്ടിസിപ്പൻസ് ഇൻ കേന്ദ്ര പരീക്ഷയാണ്. ആദ്യമായി സൈബി സാജു, ഷീല ബെന്നി, ലിസി യോഹനാൻ. അടുത്തത് സൺഡേ സ്കൂളിൻ്റെ സമ്മാനദാനമാണ്. അധ്യാപകർ പ്രത്യേകമായി കുഞ്ഞുങ്ങളെ പേര് വിളിക്കുന്നതനുസരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സമയം വളരെ വൈകിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നിർവഹിക്കണം. ഉത്സാഹത്തോടെ എല്ലാ അധ്യാപകരും ശ്രദ്ധിക്കണമെന്നറിയാം. പരീക്ഷയിൽ 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ളതാണ്. 1ാം ക്ലാസ്സിൽ ബ്രാക്കറ്റഡാണ്. ഫസ്റ്റ് ഏറ്റവും ടോപ്പ് മാർക്ക് നേടിയ 3 കുട്ടികൾ ബ്രാക്കറ്റഡാണ്. അലിയാന റോബിൻ, അലൈന റോബിൻ, എസ്തൽ മരിയ അനീഷ്. ഇങ്ങോട്ട് പോരെ. ജോൺ റൈന ജിത്തു, സാറേ ജോൺ റൈന റിത്തു. രണ്ടാം ക്ലാസ് ഫസ്റ്റ് ജെനീലിയ അന്ന ജോബ്. 2ാം സ്ഥാനം ഇവാൻ ജോൺ ഗീവർഗീസ്. 3
മൂന്നാം ക്ലാസ് ഫസ്റ്റ് ജിസൽ മറിയം ജിനു. ജിസൽ മറിയം ജിനു. സെക്കൻഡ് ആൻ മറിയ പോൾ. ആൻ മറിയ പോൾ. നാലാം ക്ലാസ് ഫസ്റ്റ് ഹന്ന ലിജോയ്. നാലാം ക്ലാസ് ഫസ്റ്റ് ഹന്ന ലിജോയ്. ഹന്ന ലിജോയ്. സെക്കൻഡ് ബ്രാക്കറ്റാണ് ഹെൽന ലിജോയ് ജുവാൻ ജോൺ. ഹെൽന ലിജോയ് ജുവാൻ ജോൺ. ജുവാൻ ജോൺ. 12ാം ക്ലാസ്സിൽ എ ഗ്രേഡ് ലഭിച്ച ആൽഫി എം ബിജു. 12ാം ക്ലാസ്സിൽ എ ഗ്രേഡ് ലഭിച്ച ഇനി അറ്റൻഡൻസ് സമ്മാനമാണ്. ബാലവാടത്തിൽ ആമോസ് ജോൺ ഗ്രിഗറി. ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ലഭിച്ച ബാലവാടത്തിലെ കുട്ടിയാണ് ആമോസ് ജോൺ ഗ്രിഗറി. ഒന്നാം ക്ലാസ് അലിയാന റോബിൻ. അലീന റോബിൻ. ഫസ്റ്റ്. അലീന റോബിൻ. രണ്ടാം ക്ലാസ് ജോഹാൻ ലിജോ. മൂന്നാം ക്ലാസ് നഥാനിയേൽ യുഹാൻ രാജു. നാലാം ക്ലാസ് ഇമ്മാനുവേൽ ജോഹാൻ രാജു. അഞ്ചാം ക്ലാസ് അന്ന മറിയം ബിജു. ആറാം ക്ലാസ് ജോസഫ് പോൾ. ഏഴാം ക്ലാസ് എയോൻ ഷിജോ മാത്യു. എട്ടാം ക്ലാസ് അലിൻ അജയ്. എട്ടാം ക്ലാസ് അലിൻ അജയ് ഇല്ല. ഒൻപതാം ക്ലാസ് ആഷ്ലി ഷിജോ മാത്യു. പത്താം ക്ലാസ് എസ്തർ ബിജു. 11ാം ക്ലാസ് ഏഞ്ചൽ മനോജ്. 12ാം ക്ലാസ് ആൽഫി എം ബിജു. അധ്യാപകരിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ള ടീച്ചേഴ്സ് ബ്രാക്കറ്റഡാണ് റിബേക്ക പോൾ, ഗ്രേസി തമ്പി. ഓവറോൾ ചാമ്പ്യൻ ആൽഫി എം ബിജു. സഹപാഠി മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻ കരസ്ഥമാക്കിയ ആൽഫി എം ബിജു. നമ്മളുടെ ഈ വർഷത്തെ സഹപാഠ്യ മത്സരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാനസുഗന്ധിയായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ സൺഡേ സ്കൂളിലെ ആൻ മരിയ അഖില മലങ്കരാടിസ്ഥാനത്തിൽ നടന്ന സംഗീത മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടിയാണ്. ഇനി ഈ വർഷത്തെ സഹപാഠ്യ മത്സരത്തിൽ വിജയിച്ചവരുടെ സമ്മാനദാനമാണ്. സംഗീതം സബ് ജൂനിയർ സംഗീതം ഫസ്റ്റ് ജിസൽ മറിയം. ജനീലിയ എം ജോബ്. ഫസ്റ്റ് തന്നെ. ജനീലിയ എം ജോബ്. സെക്കൻഡ് അഞ്ജലീന അനു.
പ്രസംഗം അന്ന മറിയം ബിജു ഫസ്റ്റ്. ഡേവിഡ് എൽദോ ഫസ്റ്റ്. ഡേവിഡ് എൽദോ. സെക്കൻഡ് ജിസൽ മറിയം ഫസ്റ്റ്. ജിസൽ മറിയം സെക്കൻഡ്. സംഗീതം ജോവാന ജെ. ജൂനിയർ സംഗീതം ജോവാന ജെ ഫസ്റ്റ്. ബേസിൽ ജിപ്സി സെക്കൻഡ്. ബേസിൽ ജിപ്സി. പ്രസംഗം ഹെൽന ലിജോയ്. പ്രസംഗം ഫസ്റ്റ് ഹെൽന ലിജോയ്. സെക്കൻഡ് ജോഹാൻ ജോർജ് ബിജു. പൊതുവിജ്ഞാനം ജോവാന ജെ ഫസ്റ്റ്. പ്രസംഗം ഫസ്റ്റ് ജോവാന ജെ. സെക്കൻഡ് അനയ സൂസൻ മനു. തങ്കവാക്യം ജോവാന ജെ ഫസ്റ്റ്. അനയ സൂസൻ മനു ഫസ്റ്റ്. ബ്രാക്കറ്റിലാണ് അനയ സൂസൻ മനു ഫസ്റ്റ്. ബ്രാക്കറ്റിലാണ് ജോവാന ജെ, അനയ സൂസൻ മനു. ഹെൽന ലിജോയ് ആൻഡ് ഹന്ന ലിജോയ് സെക്കൻഡ്. ബ്രാക്കറ്റിലാണ് ഹെൽന ലിജോയ്, ഹന്ന ലിജോയ് ബ്രാക്കറ്റഡ് സെക്കൻഡ്. സമൂഹഗാനം ഫസ്റ്റ് ഹെൽന ലിജോയ്, ഹന്ന ലിജോയ്, നിയ ഐസൻ. സമൂഹഗാനം ഫസ്റ്റ് ഹെൽന ലിജോയ്, ഹന്ന ലിജോയ്, നിയ ഐസൻ. ഇല്ല, നിയ ഐസൻ വന്നിട്ടില്ല സാറേ. ലിയ ഐസൻ അബ്സെന്റ്. സെക്കൻഡ് ബേസിൽ ജിപ്സി, അഭയ് ശ്യാം അരുൺ, ജോഹാൻ ജോർജ് ബിജു. ബേസിൽ ജിപ്സി, അഭയ് ശ്യാം അരുൺ, ജോഹാൻ ജോർജ് ബിജു. സീനിയർ സംഗീതം ആൻ മരിയ സജി ഫസ്റ്റ്. റോസ്ന ഷെല്ലി സെക്കൻഡ്. സമൂഹഗാനം ഫസ്റ്റ് ആൻ മരിയ സജി, റോസ്ന ഷെല്ലി, ദിയ ജിപ്സി. സെക്കൻഡ് ഹന്ന മനോജ്, ബിയാന സൂസൻ ദിവു, ഹെയ്സൽ അബിൻ. സമൂഹഗാനം സീനിയർ സെക്കൻഡ് ഹന്ന മനോജ്, ബിയാന സൂസൻ ദിവു, ഹെയ്സൽ അബിൻ. പ്രസംഗം ഫസ്റ്റ് ബിയാന സൂസൻ ദിവു. പ്രസംഗം ഫസ്റ്റ് ബിയാന സൂസൻ. സെക്കൻഡ് എസ്തർ ബിജു. പൊതുവിജ്ഞാനം ഫസ്റ്റ് എസ്തർ ബിജു. പൊതുവിജ്ഞാനം ഫസ്റ്റ്. പൊതുവിജ്ഞാനം. റോസ്ന ഷെല്ലി സെക്കൻഡ്. തങ്കവാക്യം റോസ്ന ഷെല്ലി ഫസ്റ്റ്. തങ്കവാക്യം രണ്ടെണ്ണം, ഒരു സെക്കൻഡ് ഒരു ഫസ്റ്റ്. എസ്തർ ബിജു സെക്കൻഡ്. അവിടെ കാണും. ഹയർ സെക്കൻഡറി തങ്കവാക്യം. ഹയർ സെക്കൻഡറി സമൂഹഗാനം അന്ന ബിനു, മീര റെജി, ഏഞ്ചൽ മനോജ് ഫസ്റ്റ്. അന്ന ബിനു, മീര റെജി, ഏഞ്ചൽ മനോജ്.
പ്രസംഗം ഫസ്റ്റ് ആൽഫി എം ബിജു. ഫസ്റ്റ് ആൽഫി എം ബിജു. പ്രസംഗം സെക്കൻഡ് അന്ന ബിനു. പ്രസംഗം സെക്കൻഡ് അന്ന ബിനു. പൊതുവിജ്ഞാനം ഫസ്റ്റ് ആൽഫി എം ബിജു. പ്രസംഗം ഫസ്റ്റ് ആൽഫി എം ബിജു. തങ്കവാക്യം ഫസ്റ്റ് ആൽഫി എം ബിജു. ആൽഫി എം ബിജു. സമ്മാനദാനം അവസാനിച്ചു. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പള്ളി ട്രസ്റ്റി പൗലോസ് കെ ഏലിയാസ്. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഈ മനോഹരമായ ഇടവക സംഗമവും ഭക്തസംഘടനകളുടെ വാർഷികവും വിജയകരമായി നടത്തുവാൻ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തോട് ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി മനോഹരമാക്കുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ച നമ്മുടെ വികാരി ഫാദർ മേരിദാസ് സ്റ്റീഫൻ അച്ഛനോട് ഈ ഇടവകയുടെ പേരിലും എൻ്റെ പേരിലും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പരിപാടിയുടെ എല്ലാ നടത്തിപ്പും അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ നല്ല നടത്തിപ്പിനായി പ്രവർത്തിച്ച നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ അധ്യാപകർ, വനിതാ സമാജം അംഗങ്ങൾ, എൽഡേഴ്സ് ഫോറം, OCY അംഗങ്ങൾ, എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ കലാവിരുന്നിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളോടും എല്ലാ കുട്ടികളോടും മുതിർന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇടവക സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, എത്തിച്ചേരുവാൻ ആഗ്രഹിച്ച എല്ലാവർക്കും, ആഗ്രഹിച്ചിട്ടും വരാൻ സാധിക്കാത്ത ഓരോരുത്തരോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രാർത്ഥനയിലും ഐക്യത്തിലും നാം ഒരുമിച്ച് മുന്നോട്ട് പോയി ഇടവക കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ നാം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സംഗമത്തിന് ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തി അതിൻ്റെ ഭക്ഷണ കമ്മിറ്റിയോടും പാചകം ചെയ്യുന്ന ഷിബി, നമ്മുടെ വർഗീസ് ചേട്ടൻ, സെക്യൂരിറ്റി മോഹൻദാസ്, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പന്തൽ ക്രമീകരണങ്ങൾ ചെയ്തു തന്ന പ്രകാശൻ, ശബ്ദവും വെളിച്ചവും നൽകി നമ്മളെ സഹായിച്ച മോൻസി, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതിന്റെ ക്രമീകരണങ്ങളുമായി ചുമതലപ്പെട്ട് പ്രത്യേകമായ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരുടെ അധ്വാനങ്ങളും ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും പ്രോഗ്രാമിനും വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് നന്ദിയും സ്നേഹവും അവരെ അറിയിക്കുകയാണ്. ഈ പരിപാടികൾ നല്ല രീതിയിൽ നടത്തുന്നതിനും അക്ഷീണം പ്രവർത്തിച്ച എല്ലാവരോടും, നമ്മുടെ ഇടവകയിലെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഈ സമയത്ത് നൽകുന്നതാണ്.
12ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾ ഏറ്റവും അടുത്ത് പെട്ടെന്ന് താമസിക്കരുത്. എല്ലാ കുഞ്ഞുങ്ങളും അടുത്തോട്ട് വരിക. എല്ലാവർക്കും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. അതിനുശേഷം പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പ്രോഗ്രാംസ് ആരംഭിക്കുകയാണ്. അന്ന ബിനു, അന്ന 10ാം ക്ലാസ്, അന്ന ബിനു. അന്ന ബിനു 10ാം ക്ലാസ്, അന്ന ബിനു. സോറി, 12ാം ക്ലാസ്, വേദപ്രവീൺ, അന്ന ബിനു. മീര റെജി, ഗോഡ്വിൻ ജേക്കബ് ദീപു, ആൽഫി എം ബിജു, ആൽഫി എം ബിജു. ഇനി 10ാം ക്ലാസ്, ജോ മാണി ബിനു, ഹേസൽ ഹന്ന ജിനു, എസ്തർ ബിജു, എലിസബത്ത് പോൾ, ക്രിസ്റ്റീന ജോസഫ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എബ്രഹാം ദയവായിട്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ പാരമ്പര്യമനുസരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും നീ കൈക്കൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ പുത്രമുള്ള വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി സമയത്തും അധന വാഴ്ത്തുവിൻ ഉത്തമരേ, പരിമള ധൂപയുധം ദൈവത്തിൻ ജനനി കന്യക മറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. പരിമള ധൂപയുധം വൈദിക മൽപ്പാന്മാർ നീതിപ്രിയർ സിദ്ധർ ഓർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണ വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന്. ദൈവപ്രസവിത്രീ കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരി ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനേ കൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടലഹീനത നീക്കി തുണ ചെയ്യുക നാഥ. രാപകലടിയങ്ങൾക്കാശ്രയമങ്ങല്ലോ. മേലൂരിശിലേമിൽ മസിഹാസന സവിധേ സ്മൃതി വിശ്വാസികളാം മൃതരാർജിക്കട്ടെ. മുറിയോറാൻ മേലേനും ആധാരൻ മോറാനേശുമിശിയ
നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ അടയ്ക്കരുതേ. കർത്താവെ, ഞങ്ങൾ പാപികളാകുന്നുവെന്ന് ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ അടുക്കിലേക്ക് നിലയിറക്കി കൊണ്ടുവന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം നൽകുന്ന തരണമേ. ഞങ്ങളുടെ കടക്കാരോട് പോലെ കടങ്ങളും പാപം ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമുള്ള കർത്താവേ ശിംശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദേവമാതാവായി വിശുദ്ധമുള്ള ഇനിയമർത്തരമേ, എമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണ സമയത്തും ദേവരാണ്ട് അപേക്ഷിച്ചുകൊള്ളണമേ. ഉടയോനേതിൻ വാതിൽ മുട്ടുന്നു ദാസർനാദം, ആവശ്യത്താൽ യാചിക്കും മടിയാരെ തള്ളിയിടല്ലേ. നിന്നെ വിളിക്കുന്നേ നാഥ, നിന്നുദവിക്കായി ബലഹീന. നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ. മുറിയോറാകെ മേലൈനുവാതാറെ, ദുഷ്ടന്മാരിൽ കാരുണ്യം പൂണ്ടോനെ. കാരുണ്യം ചെയ്തിന്യായ തീർപ്പിന്ന, ദുഃഖം പൂണ്ടോ നിൻ വാതിൽ മുട്ടുന്നു. കാരുണ്യത്താൽ നൽകണം യാചനയെ. സ്വർഗസ്ഥൻ ദാതാ പ്രാർത്ഥിക്കുന്നടിയാർ കൈക്കൊണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക. വിണ്ണവർ തൻ നാഥാം മൺമയരാശയുമേ, കൈക്കൊണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയുടെ തിരയും കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകരുമായ വംശിക സമാധാനമുള്ള സന്ധിയും പുണ്യമുള്ള രാവു ഞങ്ങൾക്ക് നീ തരണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സ്ലീവ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്നവരെ ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ച മറിയാവിന്റെ സകല വൈദ്യന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് ഒരെണ്ണാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വവും ഉള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വവും ഉള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയുള്ള ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കുള്ള ശരണോപേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും നിങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വയോഗങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും പിതാവിന്റെ അതേ സാരാംശമുള്ളവനും സകലവും നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി തിരുവചനപ്രകാരം സുഖത്തിൽ നിന്നിറങ്ങി വിശുദ്ധരൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാവിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മാത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശേഷ കർത്താവിൽ ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലേഖികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ
വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരവേല ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവേ ശിക്ഷ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സ്റ്റേജും മൈക്ക് സംവിധാനങ്ങളും ഒക്കെ പുറത്തേക്ക് ഇറക്കി മാറ്റിവെച്ച് ഇപ്പോൾ പ്രോഗ്രാം ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ ഇടവകയിലുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഈ പരിപാടിയിലേക്ക് സാഗൂതം പ്രവേശിക്കാം. നല്ല രീതിയിൽ അവർക്ക് പരിശീലനത്തോടെ ഈ പരിപാടികൾ അവതരിപ്പിക്കാൻ ദൈവം ചൊരിഞ്ഞു തരുന്ന നന്മകളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രിയ മക്കൾ പരിശീലിച്ചതുപോലെ ഏറ്റവും അനുഗ്രഹകരമായി നമുക്കും ദൈവത്തിനും വളരെ പ്രീതികരവും സന്തോഷവുമാകുവാൻ തക്കവണ്ണം ഈ അനുഗ്രഹീതമായ സന്ധ്യ ഈ പരിപാടികളിലൂടെ സന്തോഷിക്കാനിടയാക്കട്ടെ. എല്ലാവർക്കും ഈ കലാസന്ധ്യയിലേക്ക് പ്രത്യേകമായി ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.